हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. മഹാഭാരതം നമുക്ക് ആരംഭിക്കാം. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ മഹാഭാരതം ആരംഭിക്കുകയാണ് വീണ്ടും. എല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്ക് മഹാഭാരതത്തിലെ ഒരു കീർത്തനം കേൾക്കാം. മഹാഭാരതത്തിൻ്റെ ആ ഒരു പാട്ടില്ലേ, അത് നമുക്ക് കേൾക്കാം. എല്ലാവരും ലൈവിൽ വരുന്നവരെ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? महाभारत श्री महाभारत कथा. महाभारत कथा, महाभारत कथा. कथा है पुरुषार्थ की, परमार्थ की, सारथी जिसके बने कृष्ण भारत पाक की. घोषित हुआ जब सर्वदा, घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहं. परित्राणाय विनाशाय च दुष्कृताम्, संस्थापनार्थाय भवामि देवे. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച ആരംഭിക്കാം. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം, ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഗുണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാन् സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമധായ നഗരഗ്രാമതാരിണേ. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधि नामिने.
नमस्ते सारस्वते देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नामिने गौरत्रसे नमः पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिं नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नामिने गौरत्रसे नमः पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिं वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्ता नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासदि गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे हरे मुगं करोति वाचालं भङ्गं भङ्गायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മുടെ മഹാഭാരതം ചർച്ച വീണ്ടും നമ്മൾ തുടരുകയാണ്. മഹാഭാരതം എവിടം വരെ ചർച്ച ചെയ്തു എന്ന് ഭക്തർക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ദുഷ്യന്തന്റെയും ശകുന്തള ദേവിയുടെയും കഥ നമ്മൾ പഠിച്ചു, ചരിതം. അവരുടെ വീരപുത്രനായ ഭരതനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അന്നേരം ഭരതവംശികൾ അവരാണ് ഈ കുരുവംശം മുഴുവൻ. അവരുടെ പരമ്പരയിലാണ് പിന്നെ യയാതി വരുന്നത്. യയാതിയുടെ ആ ഒരു ചരിതമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. യയാതിക്ക് ശുക്രാചാര്യരുടെ ശാപത്താൽ വൃദ്ധാവസ്ഥ വരികയും യയാതി സ്വന്തം മക്കളോട് ചോദിക്കുകയാണ്, ഈ ഒരു വൃദ്ധാവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം നൽകുമോ എന്ന്. അപ്പോൾ കുരുവാണ് അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെ കുരുവിന് അനുഗ്രഹം കൊടുക്കുകയാണ്, നീ എന്നെന്നും നിന്റെ വംശത്തിലുള്ളവരായിരിക്കും ഈ രാജ്യം ഭരിക്കുന്നത് എന്ന്. ആ യയാതിയുടെ തന്നെ മകനാണ് യദു. അതിലൂടെയാണ് യദുവംശം വരുന്നത്. അങ്ങനെ ഈ കുരുവംശത്തിൽ തന്നെയാണ് മുന്നോട്ട് നമ്മുടെ ശാന്തനു വരുന്നത്. ശാന്തനുവിലൂടെ ഗംഗാദേവിയുടെ പുത്രനായിട്ട് ഭീഷ്മ പിതാമഹൻ. ഓക്കെ, എന്നിട്ട് ഇനി എല്ലാം റെഡിയാണോ മഹാഭാരതം കേൾക്കാൻ? ഇന്ന് മുതൽ മഹാഭാരതം വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. എന്താണെന്നറിയോ? പറയാൻ പറ്റുമോ എന്തായിരിക്കും കാരണം? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ മൈക്ക് യൂസ് ചെയ്യുന്നില്ല. ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇന്ന് മുതൽ മഹാഭാരതം വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. എന്താ കാരണം പറയാൻ പറ്റുമോ? എന്തായിരിക്കും കാരണം? എന്താരും ഒന്നും ഇല്ലാത്തേ? എന്തുകൊണ്ടായിരിക്കും ഇത്ര എക്സൈറ്റിംഗ് ഇന്ന് മുതൽ മഹാഭാരതം? കഥാ ഹൈ പുരുഷാർത്ഥ കീ സ്വാർത്ഥ കീ. പാണ്ഡവർ വരുന്നു. ഓക്കെ, വേറെ എന്തായിരിക്കും കാരണം? കൃഷ്ണൻ വരുന്നു. ഓക്കെ, വേറെ ഭഗവാൻ വരുന്നു. ക്ലൂ, പാണ്ഡവരുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് തന്നെ. എല്ലാവരും റെഡിയല്ലേ? ഇനി മുതൽ മഹാഭാരതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മുടെ നായകന്മാരും നായികമാരും, പ്രധാനപ്പെട്ട നമ്മുടെ നായകനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനും ഇനി അവരുടെ എൻട്രിയാണ്. ഇനി മുതൽ മഹാഭാരതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് ഡയറക്റ്റ്ലി നമ്മൾ ഇനി കഥയിലേക്ക് കടക്കുകയാണ്, ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചരിതങ്ങളും, അതായത് എങ്ങനെ സർപ്പസത്രം നടന്നു, പരീക്ഷത്തിന് എങ്ങനെ ഒരു ശാപം ലഭിച്ചോ, അങ്ങനെ ജന്മേജയന്റെ കഥയും, അങ്ങനെ ഇങ്ങനെ നമ്മൾ എവിടേക്കോ പോയി.
തക്ഷകന്റെ കാര്യവും നാഗലോകത്തും ഇങ്ങനെ ഇനി പോകാൻ ഇനി സ്ഥലങ്ങളൊന്നുമില്ല. ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഇനി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ മഹാഭാരതം ആരും മിസ് ചെയ്യരുത്. പ്രധാനമായിട്ടും ഞാനും മിസ് ചെയ്യരുത്. നാളെ യാത്രയാണ്. നിങ്ങളെല്ലാരും എന്നെ ഇടിക്കുമെന്നറിയാം. ഇന്ന് മഹാഭാരതം തുടങ്ങുകയാണ്. താഴെ വെച്ചു, കുറച്ച് ഒതുക്കി വെച്ചോട്ടെ. ഇന്നു മുതൽ മഹാഭാരതം ആരംഭിക്കുകയാണ്. നാളെ തന്നെയാണ് യാത്ര. എന്താ ചെയ്യാ? എന്തായാലും വിഷമിക്കണ്ട. മാക്സിമം ഞാൻ എത്ര യാത്രയാണെങ്കിലും ഇന്റർനെറ്റ് ഇല്ലെങ്കിലും അത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാൻ ശ്രമിക്കാം കേട്ടോ. മാക്സിമം ഇത് മുടങ്ങാതെ തന്നെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ആരും വിഷമിക്കരുത്. നാളെ രാവിലെ അടിയൻ കോഴിക്കോട് പോവുകയാണ് യാത്രയിൽ. പിന്നെ രാവിലത്തെ സത്സംഗം മിക്കവാറും വണ്ടിയിൽ വെച്ച് തന്നെ എടുക്കാൻ ശ്രമിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുക്കാം. ഉച്ചക്കലത്തെ നാരായണിയും മഹാഭാരതവും അതേപോലെ തന്നെ ലൈവ് എടുക്കാൻ ശ്രമിക്കും കേട്ടോ. വിഷമിക്കരുത്. പക്ഷെ ഇന്ന് മുതൽ ഓരോ ദിവസവും വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. ഇന്ന് ഉച്ചക്കലത്തെ നാരായണിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഏകദേശം 50 ദശകം കഴിഞ്ഞു. ഇനി 50 ദശകം കൂടെ ഉള്ളൂ. ഇനി മുതലുള്ള മഹാഭാരതം വളരെ എക്സൈറ്റിംഗ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ ഒരു ഒരു ഫിലിം പോലെ ആയിരിക്കും, ഒരു സിനിമ പോലെ ആയിരിക്കും ഇനി മഹാഭാരതം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, റെഡി? നമുക്ക് ആരംഭിക്കാം. വ്യാസ മഹർഷിയെ നമസ്കരിച്ച്, വിഘ്നേശ്വരനെ നമസ്കരിച്ച്, നമ്മുടെ എന്നെന്നും നിത്യഹരിത നായകനായ നമ്മുടെ ഗുരുവായൂരപ്പനെ നമസ്കരിച്ച്, പാണ്ഡവരെ നമസ്കരിച്ച്, കുന്തി ദേവിയെ നമസ്കരിച്ച്, ദ്രൗപദി ദേവിയെ നമസ്കരിച്ച് നമുക്ക് മഹാഭാരതത്തിലേക്ക് കടക്കാം. അന്നേരം ഈ മഹാഭാരതം നമ്മൾ ചർച്ച ചെയ്യുന്നത് കൃഷ്ണധർമ്മ പ്രഭുപാദ്ജിയുടെ ശിഷ്യനാണ്. അദ്ദേഹം എഴുതിയ മഹാഭാരതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇത്രയും നാളും നമ്മൾ ഡയറക്ട്ലി വ്യാസ മഹർഷിയുടെ മഹാഭാരതത്തിൽ നിന്നായിരുന്നു ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വളരെ വാസ്റ്റായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കൃഷ്ണധർമ്മദാസ് എന്ന് പറയുന്ന പ്രഭുപാദ്ജിയുടെ ശിഷ്യൻ എഴുതിയ മഹാഭാരതത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി മഹാഭാരതം പഠിക്കാൻ പോകുന്നത്. ഇത് താല്പര്യമുള്ള ഭക്തർ ഇതിന്റെ ഓൺലൈൻ വെർഷൻ അവൈലബിൾ ആണ്. മഹാഭാരതം ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ് PDF ആയിട്ട്. വേദാബേസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഹാഭാരതം കാണാൻ പറ്റും. അതേ മഹാഭാരതം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്ട്ലി അവിടുന്ന് വായിക്കാം. ഇനി അത് അവിടുന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്തർക്ക് നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യാം കേട്ടോ. പിന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് മഹാഭാരതം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് അത് വായിക്കരുത്. അന്നേരം കാരണം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ കാണുന്ന പോലെയാണ്. അന്നേരം സിനിമ കാണുന്നതിന് മുമ്പേ സിനിമയുടെ കഥ മനസ്സിലാക്കി എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ള ഭക്തർക്ക് നമ്മുടെ ലൈവിലൂടെ തന്നെ മഹാഭാരതം കേൾക്കാം. അതിനോടൊപ്പം വേണമെങ്കിൽ വായിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാ പറ്റുന്നത്? കാരണം ഞാൻ പറയുന്നത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തില്ലേ? അതേപോലെ എനിവേ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. എന്തായാലും നമുക്ക് ചർച്ച ആരംഭിക്കാം. അന്നേരം ആ മഹാഭാരതം മലയാളത്തിൽ അവൈലബിൾ അല്ല, ഇംഗ്ലീഷിൽ മാത്രമാണ് അവൈലബിൾ. അന്നേരം ആ ഒരു മഹാഭാരതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ ആ കഥയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ കഥയിലെ കഥകൾ, ഈ മഹാഭാരതത്തിനുള്ളിലുള്ള കഥകളാണ് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അന്നേരം ഇതില് പല പല കാര്യങ്ങളും, സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആരംഭിക്കുകയാണ്. മഹാഭാരതം ആരംഭിക്കുന്നു. അന്നേരം ഹസ്തനപുരിയിലെ ആ ഒരു രംഗമാണ് കാണിക്കുന്നത്. അംബിക തോഴിമാരോടൊത്ത് കൊട്ടാരത്തിലിരിക്കുകയാണ്. അംബിക എന്തിനോ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അംബികയുടെ ഭർത്താവ് മരിച്ചിട്ട് അധികം നാളുകളായിട്ടില്ല. അതിസുന്ദരിയായിരുന്നു അംബിക. അതിസുന്ദരമായിട്ടുള്ള ചുരുണ്ട മുടിയും നല്ല സുന്ദരമായിട്ടുള്ള പുരികവുമുള്ള അതിസുന്ദരിയായിരുന്നു അംബിക. വിചിത്രവീരന് ഏറ്റവും ഇഷ്ടം അംബികയെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും
അംബിക പുതിയ പുതിയ അലങ്കാരങ്ങളൊക്കെ അണിയും വിചിത്ര വീര്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അതേ മനസ്സോടുകൂടി തന്നെ, പക്ഷെ അതേ സമയത്ത് വിചിത്ര വീര്യൻ പോയതിന്റെ ആ വിഷമത്തിൽ അംബിക ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. തോഴിമാർ അംബികയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അന്നേരം അംബിക എങ്ങനെ ചിന്തിക്കാം, എത്രയോ വർഷം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടത്തിലായിരുന്നു. ഇപ്പോൾ ഭർത്താവ് പോയതിനു ശേഷം ഇപ്പോൾ ഒരു അന്യപുരുഷന്റെ മുമ്പിൽ എനിക്ക് പോകേണ്ടി വരികയാണ്. ഇതിനെക്കുറിച്ചെല്ലാം ഓർത്ത് അംബിക ഒരുപാട് വിഷമത്തിലാണ്. അംബിക തോഴിമാരോട് പറഞ്ഞു അവിടെ നിന്ന് പോകാൻ. കാരണം അംബികയ്ക്ക് കുറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വിചിത്ര വീര്യൻ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണമായിരുന്നു. അംബിക വിചാരിച്ചു വിചിത്ര വീര്യന്റെ ആ ചിതയിൽ തന്നെ സ്വയം ദേഹത്യാഗം ചെയ്യണമെന്ന്. പക്ഷേ വിചിത്ര വീര്യൻ ഇല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ അംബികയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ സത്യവതി ദേവി രാജ്ഞി അംബികയെടുത്ത് പറഞ്ഞു, നീ ദേഹത്യാഗം ചെയ്യരുത്, കാരണം നിനക്ക് വലിയൊരു ഉത്തരവാദിത്വം ബാക്കിയുണ്ടെന്നു. കാരണം കുറെ വർഷങ്ങൾ, ഏകദേശം 7 വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് അംബികയുടെയും വിചിത്ര വീര്യന്റെയും. പക്ഷേ ഒരു സന്താനം അവരിലൂടെ വന്നില്ലായിരുന്നു. അതുകൊണ്ട് പ്രധാനപ്പെട്ട കർത്തവ്യം, അടുത്ത ഒരു തലമുറ മുന്നോട്ട് വരണം രാജ്യം ഭരിക്കാനായിട്ട്. ആ പ്രധാന കർത്തവ്യത്തെ വിചിത്ര വീര്യനും അംബികയും മറന്നുപോയി. അങ്ങനെ ഇരിക്കെ ഈ ഒരു രാജ്യം ഭരിക്കാനായിട്ട് യോഗ്യനായിട്ടുള്ള ഒരു കുട്ടി ഇല്ലാതെ എങ്ങനെയാണ് ഇവർക്ക് ഒരു സദ്ഗതി ഉണ്ടാകുക അടുത്ത ജന്മത്തിൽ? അതുകൊണ്ട് തന്നെ സത്യവതി ദേവി അംബികയും അംബാലികയും എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചു. കാരണം അവരുടെ ഭർത്താവായ, അതായത് സത്യവതിയുടെ മകനായ വിചിത്ര വീര്യന് ചെയ്യാൻ പറ്റാത്ത കാര്യം തീർച്ചയായിട്ടും ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ, അതായത് മൂത്ത സഹോദരന്റെ അകാല മൃത്യു സംഭവിക്കുമ്പോൾ ഭാര്യയ്ക്ക് സഹോദരനിലൂടെ ഒരു സത്സന്താനത്തെ കൊണ്ടുവരാം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതൊരിക്കലും കലിയുഗത്തിൽ അനുവദിച്ചിട്ടുള്ളതല്ല. ഇപ്പോൾ വളരെയധികം നിർണായക ഘട്ടമാണ്. വിചിത്ര വീര്യൻ ഇല്ല. അംബികയും അംബാലികയും ഇവരിലൂടെയാണ് അടുത്തൊരു സന്താനം വരേണ്ടത്. അതുകൊണ്ട് തന്നെ അംബികയ്ക്ക് ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ആലോചിച്ചുകൊണ്ട് അംബിക സമ്മതിച്ചു. അംബിക വിചാരിച്ചു, ഭീഷ്മരുമായിട്ട് ഞാൻ ഒത്തുചേരുമ്പോൾ, ഭീഷ്മരുമായിട്ട് സംഗമിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഭർത്താവിനെ ചതിക്കുന്നതിന് തുല്യമല്ല അത്. കാരണം വിചിത്ര വീര്യൻ എന്തായാലും ഈ ലോകത്തിൽ നിന്ന് പോയി. എന്നിട്ട് ഭീഷ്മരെ ഞാൻ വിവാഹം കഴിക്കുകയല്ലോ. ഭീഷ്മര് ഞാനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമല്ല. പക്ഷേ രാജ്യം ഭരിക്കാനായിട്ട് അനുയോജ്യനായിട്ടുള്ള ഒരു മകനെ ലഭിക്കണമെങ്കിൽ ഭീഷ്മര് മാത്രമാണ് ഇനി ഒരു ഉപായം. ഭീഷ്മരാണെങ്കിൽ സത്യവതി ദേവിയുടെ മകനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിചിത്ര വീര്യന്റെ സഹോദരൻ, ജ്യേഷ്ഠനാണ്. അതുകൊണ്ട് തന്നെ ഭീഷ്മരിലൂടെ ഒരു പുത്രൻ വരികയാണ്. അതെല്ലാം കൊണ്ടും നല്ലതാണ്. മനസ്സിലായ എന്താ സംഭവം? അംബികയെടുത്ത് സത്യവതി ദേവി പറഞ്ഞു, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്റെ ഭർത്താവിന്റെ സഹോദരനിലൂടെ ഒരു പുത്രൻ ഉണ്ടാകണം. അത് മാത്രമേ ഉള്ളൂ വഴി. ഒരു അംബിക വിചാരിച്ചത് ഭീഷ്മരിലൂടെ ആയിരിക്കും ആ കുട്ടി വരുന്നതെന്ന്. അങ്ങനെ ഭീഷ്മരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അംബിക. അങ്ങനെ അംബിക വിചാരിച്ചു, ഇത് ഭർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും, രാജ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അംബിക ഇങ്ങനെ ഇരിക്കുകയാണ്.
പിന്നെ അംബിക വീണ്ടും ഭീഷ്മരെ കുറിച്ച് ചിന്തിച്ചു. ഭീഷ്മർ വളരെ ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവാണ്, അതുകൂടാതെ ധർമ്മിഷ്ഠനുമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭീഷ്മരിലൂടെ ഒരു പുത്രൻ വന്നാൽ ആ പുത്രൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പിൻഗാമിയായിരിക്കും ഈ ഒരു കുരുവംശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഉടൻ തന്നെ വാതിൽ ഒരു ശബ്ദം കേട്ടു. ആരോ ഒരു മാതാജി ചോദിക്കുന്നു, ഭീഷ്മരല്ലോ? ആ ഭീഷ്മരല്ല, പക്ഷെ അത് അംബികയ്ക്ക് അറിഞ്ഞൂടല്ലോ. അവിടെയാണ് ട്വിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നു മുതൽ മഹാഭാരതം ഒരു സിനിമ പോലെ ആയിരിക്കും. ഫുൾ സസ്പെൻസ് ത്രില്ലറാണ്. അന്നേരം അംബിക വിചാരിക്കുന്ന ഭീഷ്മർ വരുമെന്ന് പറഞ്ഞിട്ടാണ്. അന്നേരം അംബിക അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വാതിലിൽ ആരോ തട്ടുന്നു. ഉടൻ തന്നെ അംബിക ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ നല്ല ഉയരമുള്ളൊരു വ്യക്തി. അംബിക ഭയം കാരണം ആകെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഇത് ഭീഷ്മരല്ലല്ലോ. നോക്കിയപ്പോ വളരെ കാണാൻ അത്ര ഭംഗിയില്ലാത്ത, എന്തോ ഒരു തപസ്വിയെ പോലെ തോന്നിപ്പിക്കുന്ന, ശരീരമാകെ ശോഷിച്ചിരിക്കുന്ന, മുടിയാണെങ്കിൽ ജട ധരിച്ചതും, വളരെ എന്തു പറയുന്ന ഒരു ഗൗരവത്തോടു കൂടിയുള്ളൊരു മുഖമാണ് വന്ന വ്യക്തിക്ക്. എന്നിട്ട് വളരെ രൂക്ഷമായിട്ട് ആ വന്ന വ്യക്തി അംബികയെ നോക്കി. ദേഹം ഒരു ഇരുനിറമാണ്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ പല്ലും ഏകദേശം കറുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരു മുഷിഞ്ഞ വസ്ത്രം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ദേഹമാസകലം അഴുക്ക് പുരണ്ട് കിടക്കുന്നു. അധികം താമസിക്കാതെ തന്നെ അദ്ദേഹം അംബികയുടെ അടുത്തേക്ക് ചെന്നു. അംബിക നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും എന്തോ ഒരു ഗന്ധം, ഒരു ദുർഗന്ധം വരുന്നതായിട്ട് ഈ അംബികയ്ക്ക് തോന്നി. ഇതാരാണ്? ഇത് തീർച്ചയായിട്ടും ഭീഷ്മരല്ലല്ലോ എന്ന് പറഞ്ഞ് അംബിക ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് അംബിക ദൈവങ്ങളോടെല്ലാം പ്രാർത്ഥിച്ചു, എന്റെ ബോധം പോകാതിരുന്നാൽ മതി എന്ന് അംബിക പ്രാർത്ഥിച്ചു. ഇത്രയും ആരെയും ഭയപ്പെടുത്തുന്ന മുഖമുള്ള ഇദ്ദേഹത്തെ എനിക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് അംബിക കണ്ണടച്ചു. എങ്ങനെയോ വിളിച്ചു കൂണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് വിളിച്ചു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അംബിക ആകെ ഭയത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ണ് പൂട്ടി. ഇതേ സമയത്ത് സത്യവതി ദേവി സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരൻ എൻ്റെ അച്ഛനാണ്, അച്ഛൻ്റെ അത്യാഗ്രഹമാണ്. ഇത്രയും ഒരു വിഷമാവസ്ഥ ഹസ്തിനപുരിക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ലായിരുന്നു. ഇത്രയും ശക്തനായിട്ടുള്ള ഭീഷ്മനെ പോലെ ഗംഗാപുത്രൻ ഇവിടെ ഉള്ളപ്പോൾ, ഇത്രയും നല്ല ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവ് ഉള്ളപ്പോൾ, എല്ലാം കൊണ്ടും ശാന്തനുവിന്റെ അടുത്ത അവകാശി ഭീഷ്മരായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ്റെ അത്യാഗ്രഹം കാരണം ഈ ഹസ്തിനപുരിയുടെ ഈ രാജ്യത്തിന് ഇത്രയും വലിയ ഒരു ആപത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോഴും സത്യവതി ദേവിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന പോലെയാണ് സത്യവതിക്ക് ഇതെല്ലാം തോന്നുന്നത്. സത്യവതി ദേവി നദിയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, യാത്രക്കാരെ അക്കരെ എത്തിക്കാൻ വേണ്ടി. അത് ഈ ഒരു ഉത്തരവാദിത്തം സത്യവതി ദേവിയുടെ അച്ഛൻ കൊടുത്തതായിരുന്നു. ഇതിലൂടെ സത്യവതിക്ക് പുണ്യം ലഭിക്കും. കാരണം യാത്രക്കാരെ സഹായിക്കുന്നതിന്റെ അതിന് പകരമായിട്ട് സത്യവതിക്ക് ഒരു അനുഗ്രഹം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം മഹാശക്തനായിട്ടുള്ള ശാന്തനുവാണ് യാത്രക്കാരനായിട്ട് വന്നത്. കാരണം നായാട്ടിനായിട്ട് കാട്ടിലൂടെ പോയതിനു ശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഒരു ദാഹവും തളർച്ചയും തോന്നിയപ്പോൾ അദ്ദേഹം വെള്ളം കുടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ സത്യവതി ദേവിയിൽ നിന്ന് നിർഗളിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഗന്ധം അദ്ദേഹത്തെ ആകർഷിച്ചത്. എവിടുന്നാണ് ഈ ഗന്ധം വരുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്വേഷിച്ച് അവസാനം എത്തിയത് ഈ നദീതീരത്താണ്. അവിടെ വെച്ചാണ് സത്യവതി ദേവിയെ കണ്ടതും. കണ്ടുടനെ തന്നെ ശാന്തനുവിന് സത്യവതി ദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം തോന്നി.
സംസാരിച്ചപ്പോൾ മനസ്സിലായി സത്യവതി ദേവി വിവാഹം കഴിച്ചിട്ടില്ല, കന്യകയാണെന്ന്. ഉടൻ തന്നെ ശാന്തനു സത്യവതി ദേവിയുടെ അച്ഛന്റെ വീട്ടിൽ ചെന്ന് സത്യവതി ദേവിയുടെ സത്യവതി ദേവിയെ വിവാഹം കഴിക്കാനുള്ള അഭ്യർത്ഥനയായിട്ട് അദ്ദേഹം പോയി. പക്ഷേ സത്യവതി ദേവി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ശാന്തനു അവിടെ കുടിലെത്തി. കുടിലല്ല, അവര് താമസിക്കുന്ന കൊട്ടാരം പോലെയല്ല, പക്ഷെ അവർ താമസിക്കുന്ന ആ ഭവനത്തിലെത്തി. സത്യവതി ദേവിയുടെ അച്ഛനുമായിട്ട് സംസാരിച്ചു. പക്ഷേ ശാന്തനു വളരെ വിഷമാവസ്ഥയിൽ പുറത്തു പോകുന്നതായിട്ട് സത്യവതി ദേവി കണ്ടു. അന്നേരം സത്യവതി ദേവിക്ക് മനസ്സിലായി. അച്ഛനുമായിട്ട് ചോദിച്ചപ്പോ സത്യവതിയെ വിവാഹം കഴിക്കണമെങ്കിൽ സത്യവതി ദേവിയുടെ മകൻ തന്നെ ആയിരിക്കണം സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് എന്നൊരു പ്രതിജ്ഞ അങ്ങ് നൽകിയെങ്കിൽ മാത്രമേ സത്യവതിയെ വിവാഹം കഴിക്കാൻ പറ്റൂ എന്ന് അവിടെ സത്യവതിയുടെ അച്ഛൻ ആ ഒരു നിബന്ധന വയ്ക്കുകയാണ്. പക്ഷേ ശാന്തനു വിചാരിച്ചു, ഇത്രയും യോഗ്യനായിട്ടുള്ള ദേവവ്രതൻ ഉള്ളപ്പോൾ എങ്ങനെയാണ് വേറൊരു മകനെ എനിക്ക് ആ ഒരു സിംഹാസനത്തിൽ ഇരുത്താൻ കഴിയുക? അതുകൂടാതെ ഇത് ദേവവ്രതനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. അതുകൊണ്ട് സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഇത്രയും യോഗ്യനായിട്ടുള്ള ഒരു മകനെ വിഷമത്തിലാക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ശാന്തനു വിഷമത്തോടുകൂടി അവിടുന്ന് പോവുകയാണ്. ഇത് കണ്ടിട്ട് സത്യവതി ദേവിക്കും ഒരുപാട് വിഷമമാവുകയാണ്. ഒരുപാട് ദിവസം സത്യവതി ദേവി ദേവന്മാരോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശാന്തനു അറിയാതെ ദേവവ്രതൻ, അതായത് ഭീഷ്മ പിതാമഹൻ, ആ ഒരു ഭവനത്തിലെത്തുകയാണ്. എങ്ങനെയെങ്കിലും സത്യവതി ദേവിയെ അച്ഛനായ ശാന്തനുവിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. അന്നേരം സത്യവതി ദേവിയുടെ അച്ഛൻ പറഞ്ഞു, സിംഹാസനത്തിൽ ഇരിക്കുന്നത് സത്യവതിയുടെ മകനായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ദേവവ്രതൻ അതിന് സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും ഹസ്തിനപുരിയുടെ സിംഹാസനത്തിൽ ഇരിക്കത്തില്ല. എന്നും ആ സിംഹാസനം സത്യവതി ദേവിയുടെ മക്കൾക്കായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും സത്യവതി ദേവിയുടെ അച്ഛന് തൃപ്തിയായില്ല. അദ്ദേഹം പറഞ്ഞു, സിംഹാസനത്തിന് വേണ്ടി എപ്പോഴും രാജകുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കാറുണ്ട്. അതുകൊണ്ട് ദേവവ്രതന്റെ മക്കൾ ഇനി മുന്നോട്ട് സിംഹാസനം ആഗ്രഹിച്ച് എന്റെ മക്കളെ ദ്രോഹിക്കത്തില്ല അല്ലെങ്കിൽ കൊല്ലത്തില്ല എന്ന് എന്താണ് ഉറപ്പെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ദേവവ്രതൻ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വ്രതമെടുക്കുകയാണ്. ഞാൻ അഖണ്ഡ ബ്രഹ്മചാരിയായിരിക്കും, ജീവിതാന്ത്യം വരെ ഞാൻ ഒരിക്കലും ബ്രഹ്മചര്യത്തെ തെറ്റിക്കത്തില്ല എന്ന്. ഇത് കേട്ടിട്ട് ദേവലോകവാസികൾ എല്ലാവരും അത്ഭുതത്തോടുകൂടി ഭീഷ്മ ഇത്രയും ഭീഷ്മമായിട്ടുള്ള ഒരു പ്രതിജ്ഞ ദേവവ്രതനെ കൊണ്ട് മാത്രം എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇന്നു മുതൽ ദേവവ്രതന്റെ പേര് ഭീഷ്മർ എന്നായി. സ്വന്തം അച്ഛന് വേണ്ടി സ്വന്തം സുഖഭോഗങ്ങൾ പോലും ത്യജിച്ച ആ മഹാത്മാവാണ് ഭീഷ്മ പിതാമഹൻ. ഇതെല്ലാം ഓർത്തിട്ട് സത്യവതി ദേവി വിഷമിച്ചിരിക്കുകയാണ്. സത്യവതി ദേവി ഭീഷ്മരെ നോക്കി. എന്നിട്ട് ഭീഷ്മ പിതാമഹൻ സത്യവതി ദേവിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് സത്യവതി ദേവി ഭീഷ്മരെ വിളിച്ചു, ഭീഷ്മ. ഉടൻ തന്നെ ഭീഷ്മർ സത്യവതി ദേവിയെ നോക്കി. എന്ത് ആജ്ഞ പറഞ്ഞാലും അത് കേൾക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് ഭീഷ്മർ. അന്നേരം സത്യവതി ദേവി വിചാരിച്ചു, ഇനി ഞാൻ പറഞ്ഞാൽ എന്തായാലും ഭീഷ്മർ കേൾക്കും. കാരണം എന്നും സ്വന്തം മകനെ പോലെ അമ്മ പറയുന്ന എന്ത് കാര്യവും കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. കാരണം ഇപ്പൊ ശാന്തനു എന്തായാലും ഈ ലോകത്തിലില്ല. അന്നേരം അച്ഛന്റെ സ്ഥാനത്താണ് സത്യവതി ദേവി. അതുകൊണ്ട് സത്യവതി ദേവി പറഞ്ഞു, എന്റെ പ്രിയപുത്ര ഭീഷ്മ, നിന്റെ അച്ഛനും നിന്റെ അമ്മയായ എനിക്കും വേണ്ടിയാണ് നീ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുത്തത്. നീ എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി ഞാൻ പറയുന്നത് നീ കേൾക്കൂ. നീ എന്തിനാണോ നിന്റെ മുതിർന്നവർക്ക് വേണ്ടി ഈ പ്രതിജ്ഞ എടുത്തത്, അതേപോലെ തന്നെ
ഇപ്പോൾ അതേ ഞാൻ നിന്റെ അച്ഛന്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്ത് കൂടെ നിന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ പരമ കർത്തവ്യമായിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നത്. അതുകൊണ്ട് നീ തന്നെ സിംഹാസനത്തിൽ ഇരിക്കൂ, എന്നിട്ട് നിന്നിലൂടെ ശക്തരായിട്ടുള്ള മക്കൾ വരട്ടെ, അവരിലൂടെ ഈ ഭരതവംശം മുന്നോട്ട് പോകട്ടെ. ഉടൻ തന്നെ ഭീഷ്മർ തല കുലുക്കിയിട്ട് പറഞ്ഞു, അമ്മേ, എന്റെ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അനുവദിക്കരുത്. അങ്ങ് പറയുന്ന പോലെ എനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. സൂര്യന്റെ തേജസ് കുറയും, ജലത്തിന്റെ ആ ദ്രാവകത്വം കുറയും, ആകാശത്ത് ശബ്ദം കേൾക്കാതെയാകും. പക്ഷെ ഭീഷ്മർ ഒരിക്കലും ഭീഷ്മരുടെ പ്രതിജ്ഞ തെറ്റിക്കത്തില്ല. ഭീഷ്മ പിതാമഹ കീ ജയ്. ഭീഷ്മര് സത്യവതി ദേവിയടുത്ത് പറഞ്ഞു, ഇപ്പോൾ ഉണ്ടായ ഈ സാഹചര്യത്തെക്കുറിച്ച് അമ്മയൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് തീർച്ചയായിട്ടും ഒരു വിധിയാണെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ ശക്തനായിട്ടുള്ള 2 മക്കൾ സത്യവതി ദേവിക്കുണ്ടായിരുന്നു, ചിത്രാംഗതനും വിചിത്രവീര്യൻ. അവർ രണ്ടുപേരും ഒരു അടുത്തൊരു തലമുറയിൽ ആരെയും കൊണ്ടുവരാതെ പോയി. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ രാജാക്കന്മാരും സത്യവതി ദേവിയുടെ മൂത്ത പുത്രനായ ചിത്രാംഗതനെ ബഹുമാനിച്ചിരുന്നു. അത്രയ്ക്ക് വില്ലാളി വീരനായിരുന്നു ചിത്രാംഗതൻ. ചിത്രാംഗതന്റെ കീർത്തി ദേവലോകത്ത് വരെ പോയി. അങ്ങനെയാണ് ഗന്ധർവന്മാരിലെ ഒരാള് ചിത്രാംഗതൻ എന്നുള്ളൊരു പേരുള്ള അതേ ഗന്ധർവന് ഈ ചിത്രാംഗതനോട് അസൂയ തോന്നുകയും അങ്ങനെ രണ്ടുപേരും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. അങ്ങനെയാണ് ചിത്രാംഗതൻ, ഗന്ധർവനായിട്ടുള്ള ചിത്രാംഗതന്റെ കൈയാൽ മരിക്കുന്നത്. അതിനുശേഷം വിചിത്രവീര്യൻ സിംഹാസനത്തിലിരുന്നു. പക്ഷേ ആരോഗ്യസ്ഥിതിയിൽ എന്തോ ഒരു പ്രശ്നം വന്നുകൊണ്ട് 7 വർഷം രാജ്യം ഭരിച്ചതിന് ശേഷം വിചിത്രവീര്യൻ മരിക്കുകയാണ്. വിചിത്രവീര്യനും ഈ ലോകത്തൊരു കുട്ടിയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഭീഷ്മ പിതാമഹൻ എഴുന്നേറ്റ് വീണ്ടും സംസാരിക്കുകയാണ്. നമുക്കൊരിക്കലും അധർമ്മം പ്രവർത്തിച്ചുകൊണ്ട് ഒരിക്കലും വിധിയെ തടുക്കാൻ കഴിയില്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു ധർമ്മിഷ്ഠനായിട്ടുള്ള വ്യക്തി എപ്പോഴും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. ആ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് ദൈവനിയോഗത്താൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് വിധി. എത്ര കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഭീഷ്മ പിതാമഹൻ പറഞ്ഞത് നോക്കണേ. പൊതുവെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാതെ എപ്പോഴും ഏത് സാഹചര്യത്തിലും നമ്മൾ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ എന്താണോ സംഭവിക്കുന്നത്, അത് ജയമാണെങ്കിലും പരാജയമാണെങ്കിലും, അല്ലെങ്കിൽ ജയമല്ല പരാജയമല്ല, ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ പോലും അത് നമ്മുടെ വിധി എന്ന് കരുതി നമ്മൾ സമാധാനിക്കാൻ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്. അന്നേരം നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ധർമ്മത്തിലൂടെ ആചരിക്കുക. അതിനുശേഷം എന്താണോ സംഭവിക്കുന്നത് അത് ഈശ്വരന്റെ നിയോഗം, ഭഗവാൻ നൽകുന്ന റിസൾട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അത് സ്വീകരിക്കുക. അതുകൊണ്ട് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, എല്ലാവിധ ശുഭവും ജയവും ഐശ്വര്യവും എപ്പോഴും ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾക്കേ ലഭിക്കൂ. പക്ഷെ അധർമ്മികൾക്ക് എപ്പോഴും ദുഃഖത്തിലെ എല്ലാം എത്തിക്കൂ. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ സത്യത്തിൽ നിന്നും എന്നെ അകറ്റാൻ അമ്മ ശ്രമിക്കരുത് എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് സത്യവതി ദേവി ഒന്നും മിണ്ടിയില്ല. സത്യവതി ദേവിക്ക് മനസ്സിലായി, എന്തൊക്കെ പറഞ്ഞാലും ഭീഷ്മ പിതാമഹൻ സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഒരിക്കലും മാറത്തില്ല. ഭീഷ്മർ പറഞ്ഞതിൽ ഒന്നും തെറ്റില്ല എന്നും സത്യവതി ദേവി വിചാരിച്ചു. സത്യവതി ദേവി വിഷമിച്ച് തലകുനിച്ച് മുന്നോട്ട് പോവുകയാണ്. അന്നേരം പറഞ്ഞു, ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, അമ്മേ, ധർമ്മത്തിലൂടെ തന്നെ ഇതിനൊരു ഉപായമുണ്ട്. അമ്മയുടെ മൂത്ത പുത്രനല്ലേ വ്യാസൻ? വ്യാസദേവനിലൂടെ ഈ കുമാരിമാർക്ക് കുട്ടികളെ ലഭിക്കും. അതിലൂടെ
എല്ലാം മംഗളമാകും എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടേ സത്യവതി ദേവിക്ക് സന്തോഷമായി. ശരിയാണ്. ഉടൻ തന്നെ മഹാശക്തനായിട്ടുള്ള വ്യാസമഹർഷിയെ വിളിച്ചു. ഒരുപാട് ധൈര്യം സംഹരിക്കേണ്ടി വന്നു സത്യവതി ദേവിക്ക് ആ മകന്റെ ജന്മത്തെക്കുറിച്ച് പറയാനുള്ള ഒരു സന്ദർഭം ലഭിച്ചപ്പോൾ. കാരണം കന്യകയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഈ ഒരു മകൻ വന്നു എന്നെല്ലാവരും ചിന്തിക്കും. എത്രയോ വർഷം സത്യവതി ദേവി ഇത് ആരോടും പറഞ്ഞില്ല. പക്ഷെ സത്യവതി ദേവി ഇപ്പോൾ ചിന്തിക്കുകയാണ് ആ ഒരു ദിവസത്തെക്കുറിച്ച്. ഒരിക്കൽ ഇതേപോലെ സത്യവതി ദേവി വള്ളത്തിൽ ഇങ്ങനെ നദിയുടെ തീരത്തിരിക്കുന്ന സമയത്താണ് പരാശര ഋഷി ആ വഴിയിൽ വരുന്നത്. ആ പരാശര ഋഷിയുടെ അനുഗ്രഹത്താൽ സത്യവതി ദേവിക്ക് വ്യാസമഹർഷിയെ ലഭിക്കുകയാണ്. പരാശര മഹർഷി പറഞ്ഞു, ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു പുത്രന്റെ ജന്മം ഈ ലോകത്തിൽ വരാൻ ഏറ്റവും ഉത്തമ സമയമാണ്. അതുകൊണ്ട് ഇതൊരു ഭൗതിക ബന്ധമല്ല. വ്യാസമഹർഷി എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാനെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മഹാസൗഭാഗ്യമാണ്. അതുകൊണ്ട് നീ ഈ ഗർഭത്തെ സ്വീകരിക്കൂ. നീ ഈ ഗർഭത്തെ സ്വീകരിച്ചാലും നീ എന്നും കന്യകയായിട്ട് തന്നെ തുടരും എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ മഹാഭാരതത്തിലെ മുൻ ക്ലാസ്സുകളിൽ എടുത്തിരുന്നു. സാധാരണ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു കാമ ബന്ധമല്ല പരാശര മുനിയും സത്യവതി ദേവിയായിട്ട്. പരാശര മുനി ഒന്ന് സ്പർശിച്ച ഉടൻ തന്നെ സത്യവതി ദേവി ഗർഭവതിയാവുകയും അതിലൂടെ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് വരുന്നത്. അന്നേരം ഭഗവാൻ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ വരുന്ന പോലെ അമ്മയുടെ ഗർഭത്തിൽ വന്നതിന് ശേഷം അമ്മയുടെ യോനിയിലൂടെയല്ല ഭഗവാൻ പുറത്തു വരുന്നത്. ഭഗവാൻ ആദ്യം പരാശര മുനിയുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് തന്നെ വ്യാസമഹർഷിയായി മാറി. എന്നിട്ട് പരാശര മുനിയുടെ നോട്ടത്തിലൂടെയും സ്പർശനത്തിലൂടെയും സത്യവതി ദേവിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഗർഭവതിയാവുകയാണ്. അങ്ങനെയാണ് വ്യാസമഹർഷി, അതും യോനിയിലൂടെയല്ല, അമ്മയുടെ യോനിയിലൂടെയല്ല പുറത്തു വരുന്നത്. ഭഗവാൻ അകത്തു നിന്നും, ഭഗവാന്റെ ശരീരം സൂക്ഷ്മമാണ്. അന്നേരം ഭഗവാൻ ഉള്ളിൽ നിന്നും അമ്മയുടെ ആ ഗർഭത്തിൽ നിന്നും ഡയറക്റ്റ്ലി പുറത്തു വരികയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോ വിത്തി തത്വത തെക്വാ ദേഹം പുനർജന്മനൈതി മാമേതി സ്വർജുന. അന്നേരം ആ ഒരു പരാശര മുനിയുടെ അനുഗ്രഹത്താലാണ് സത്യവതി ദേവിക്ക് വ്യാസമഹർഷിയെ പോലെ ഒരു പുത്രൻ ലഭിച്ചതും. ആ പുത്രൻ ജനിച്ചതിന് ശേഷവും സത്യവതി ദേവി കന്യകയായിട്ട് തന്നെ തുടരുകയാണ്. ആ ഒരു പരാശര മുനിയുടെ സ്പർശനത്താലും വ്യാസമഹർഷിയെ പോലെ സാക്ഷാൽ ഭഗവാൻ മകനായിട്ട് ജനിച്ചതുകൊണ്ടാണ് സത്യവതി ദേവിക്ക് ആ ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു ഗന്ധം അനുഗ്രഹമായിട്ട് ലഭിച്ചത്. അതേ ഗന്ധത്താൽ തന്നെയാണ് ശാന്തനു ആകൃഷ്ടനായി സത്യവതി ദേവിയുടെ അടുത്ത് വന്നത്. ഇതെല്ലാം ചിന്തിച്ച് സത്യവതി ദേവി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇത്രയും ശക്തമായിട്ടുള്ള കുരുവംശം ഒരിക്കലും നശിക്കാൻ പാടില്ല. ഈ ഒരു വംശം നിലനിൽക്കാൻ വേണ്ടി ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും വ്യാസനിലൂടെ നല്ല ശക്തനായിട്ടുള്ള ഒരു പുത്രൻ തന്നെ വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. സത്യവതി ദേവി വീണ്ടും വീണ്ടും ആ വംശം എന്താകും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വീണ്ടും വീണ്ടും സത്യവതി ദേവി ചിന്തിക്കുകയാണ്, പരാശര മുനിയിലൂടെ വ്യാസമഹർഷിയുടെ ജന്മം എന്തായാലും വളരെ നന്നായി. വ്യാസമഹർഷി ജനിച്ച ഉടൻ തന്നെ കൊച്ചുകുട്ടിയായിട്ടല്ല ജനിച്ചത്. പുറത്തു വന്ന ഉടൻ തന്നെ വലിയ ഒരു യൗവനാവസ്ഥയിലേക്ക് വ്യാസമഹർഷി പോയി. എന്നിട്ട് പറഞ്ഞു, എപ്പോഴൊക്കെയാണോ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് എന്നെ ഒന്ന് സ്മരിച്ചാൽ മതി, ഞാൻ ഉടൻ തന്നെ അമ്മയുടെ മുമ്പിൽ എത്തും, ഞാൻ എവിടെയായിരുന്നാലും എന്നാണ് വ്യാസമഹർഷി പറഞ്ഞത്. ഇങ്ങനെ ഭീഷ്മരും സത്യവതി ദേവിയും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അംബികയുടെ മുറിയിൽ നിന്നും
വ്യാസമഹർഷി പുറത്തു വരുന്നത്. ഭീഷ്മ പിതാമഹൻ കാലു തൊട്ട് നമസ്കരിച്ചു. സത്യവതി ദേവി ആകാംക്ഷയോടെ ചോദിച്ചു, ഈ ഒരു കുമാരിയിലൂടെ, ഈ ഒരു രാജകുമാരിയിലൂടെ നല്ല ശക്തനായിട്ടുള്ളൊരു പുത്രൻ ജനിക്കുമോ എന്ന് വ്യാസമഹർഷിയോട് ചോദിക്കാം. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സാധാരണ ബന്ധമാണ്. വ്യാസമഹർഷി സാക്ഷാൽ ഭഗവാൻ, ത്രികാലജ്ഞാനി. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മയ്ക്ക് പോലും അറിഞ്ഞൂടാ കുട്ടി എപ്പോഴാ ജനിക്കുന്നത് ആണാണോ പെണ്ണാണോ. അവര് തമ്മി ഒന്നിച്ചതിന് ശേഷം എപ്പോഴോ ഭാര്യ വന്ന് പറയണം ഭർത്താവിനോട്, ഞാൻ ഗർഭവതിയാണെന്ന്. അതും ആശുപത്രി പോയി പരിശോധിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ഷുവറാകാൻ പറ്റൂ. ഇത് വ്യാസമഹർഷി ഒന്ന് തൊട്ട ഉടൻ തന്നെ, അതിനുശേഷം പുറത്തു വന്നതിന് ശേഷം സത്യവതി ദേവി ചോദിക്കുകയാണ്, നല്ലൊരു പുത്രൻ ജനിക്കുമോ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരൊന്നും സാധാരണ വ്യക്തികളല്ല. അന്നേരം ഒരിക്കലും ഇവരെ ഒന്നും നമ്മുടെ ലെവലിലേക്ക് കൊണ്ടുവരരുത്. ഇന്നത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കലിയുഗത്തിലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വെറും തറ ചിന്താഗതിയുള്ള വ്യക്തികളാണ്. അവരെന്ത് കേട്ടാലും, എത്ര ഉയർന്ന തത്വങ്ങൾ കേട്ടാലും അവരെല്ലാം അവരുടെ ലെവലിലേക്ക് അതിനെ കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും അല്ല ഇവിടെ. മനസ്സിലായില്ലേ? അന്നേരം ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, സത്യവതി ദേവി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. മുന്നോട്ടുള്ള ഈ ഒരു പരമ്പര എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു ഭീഷ്മ പിതാമഹനെ ഒന്ന് സമ്മതിപ്പിക്കാൻ വേണ്ടി. പക്ഷെ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ഇത് എന്നെ ഒരിക്കലും സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കരുത്. എന്തായാലും വ്യാസമഹർഷി വന്നല്ലോ, വ്യാസമഹർഷിയിലൂടെ തീർച്ചയായിട്ടും ഉത്തമ പുത്രൻ തന്നെ ജനിക്കും, അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ മൂത്ത പുത്രനല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് വ്യാസമഹർഷി പുറത്തു വരുന്നത്. അപ്പോൾ ഭീഷ്മ പിതാമഹൻ, എങ്ങനെയുണ്ട് മഹാഭാരതം? എല്ലാരും എന്താ അഭിപ്രായം? എങ്ങനെയുണ്ട്? കമന്റ്സിലിടോ. കൺമുന്നിൽ കാണുന്ന പോലെ തോന്നുന്നില്ലേ? സിനിമ പോലെ തോന്നുന്നില്ലേ? ചർച്ച തുടരാം. ഓക്കെ. അന്നേരം വ്യാസമഹർഷി പുറത്തു വന്നു. ഉടൻ തന്നെ ഭീഷ്മ പിതാമഹൻ കാലു തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതിനുശേഷം സത്യവതി ദേവി ചോദിച്ചു, മോനെ, ഈ ഒരു അംബികയിലൂടെ വളരെ ശക്തനായിട്ടുള്ളൊരു പുത്രൻ ജനിക്കുമോ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ വ്യാസമഹർഷി ഭീഷ്മ പിതാമഹനെ അനുഗ്രഹിച്ചുകൊണ്ട് സത്യവതി ദേവി എടുത്ത് പറഞ്ഞു, അംബികയ്ക്ക് ഒരു പുത്രൻ ജനിക്കും. ആ പുത്രന് 10,000 ആനകളുടെ ബലം കാണും. ഭയങ്കര ബുദ്ധിമാനായിരിക്കും, മഹാശക്തനായിരിക്കും, മഹാബുദ്ധിമാനും കീർത്തിമാനുമായിരിക്കും. ആ പുത്രന്, എന്നിലൂടെ വരുന്ന ഈ മകന് 100 പുത്രന്മാരുണ്ടാവും. പക്ഷെ അമ്മേ, അവന്റെ അമ്മ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് അവൻ അന്ധനായിട്ടായിരിക്കും ജനിക്കുന്നത്. ഇത് കേട്ടപ്പോൾ സത്യവതി ദേവിയുടെ അവസ്ഥ എന്തായിരിക്കും? സത്യവതി ദേവി വിഷമിച്ചു, ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് പറഞ്ഞു, അന്ധനായിട്ടുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് കുരുവംശത്തിലെ രാജാവാകാൻ കഴിയുക? വ്യാസദേവൻ പറഞ്ഞു, ഞാൻ അംബികയ്ക്ക് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു രാജപുത്രനെ കൊടുക്കണം, അതിനു വേണ്ടി തന്നെയായിരുന്നു ഞാൻ പോയത്. പക്ഷേ കുമാരി എന്ത് ചെയ്തു? കണ്ണടച്ചു. എന്നോടുള്ള ഭയത്താൽ, എന്നെ കണ്ടതോടും തന്നെ. അതുകൊണ്ട് തന്നെ
അത് ഒരു തപസ്യയായിരുന്നു. വ്യാസമഹർഷി പറയുന്നു, നോക്കണേ, എന്റെ ഈ കഠിനമായിട്ടുള്ള രൂപം ആർക്കും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ ഭയാനകമായിട്ടുള്ള രൂപത്തെ ഒരു ആസ്വാദനം എന്നുള്ള രീതിയിൽ കാണാതെ തപസ്യ എന്നുള്ള രീതിയിൽ എന്നെ അംബിക സ്വീകരിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും മഹാശക്തനായിട്ടുള്ള ഒരു പുത്രൻ അംബികയ്ക്ക് പിറന്നേനെ. പക്ഷേ എന്റെ ഈ കഠോര ശരീരവും തപസ്യ ശരീരവും കണ്ടിട്ട് അംബിക ചിന്തിച്ചത് എന്താണ്? ഇത് ഭയാനകമാണ്, എനിക്ക് ഒരു ആസ്വാദനം ഇല്ലല്ലോ എന്നൊരു വിഷമം ഉള്ളിൽ തോന്നി. ആ ആസ്വാദനത്തെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് എന്തായി? കണ്ണടച്ചത് കൊണ്ട് വരുന്ന പുത്രൻ അന്ധനായി പോയി. നോക്കേ, വ്യാസമഹർഷി ഒരു ആസ്വാദനത്തിന് വേണ്ടിയല്ല അംബികയായിട്ട് ഒന്നിച്ചത്. പൊതുവെ ഒരു ആണുങ്ങൾ എപ്പോഴും എന്നോട് ക്ഷമിക്കണം ഇത് ഓപ്പൺലി പറയുന്നതിന്, പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു തത്വങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാരണം മഹാഭാരതം ഹൈലി കോൺട്രവേഴ്ഷ്യലാണ്, ആരും വളരെ എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. പൊതുവെ ഒരു ആണ് എപ്പോഴും ചിന്തിക്കുന്നത് എന്തിനാണ്? പെണ്ണിനെ ഇംപ്രസ് ചെയ്യാനാണ് നോക്കുന്നത്, അല്ലേ? പക്ഷെ വ്യാസമഹർഷി എങ്ങനെയാണോ തപസ് ചെയ്ത് വന്നത് അതേ ശരീരത്തോടു കൂടി, നേരെ പറയുന്നു, ദേഹം കുളിച്ചിട്ട് പോലുമില്ല, ദേഹം മുഴുവൻ അഴുക്ക് പുരണ്ടിരിക്കുകയാണ്, ശോഷിച്ച ശരീരമാണ്. ആരാണ് വ്യാസമഹർഷി? സാക്ഷാൽ ഭഗവാൻ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഏത് രൂപം വേണമെങ്കിലും എടുത്തൂടെ? പക്ഷെ ഇവിടെ എടുത്തു പറയുന്നു വ്യാസമഹർഷി ഈ കുരുവംശത്തിന് അനുയോജ്യനായിട്ടുള്ള ഒരു രാജപുത്രനെ കൊടുക്കണം എന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും കഠോര രൂപത്തിൽ വന്നത്. ഹിന്ദിയിലൊരു പറച്ചിലുണ്ട്, ജോ ദിക്താ ഹൈ വോ ഹോതാ നഹി. അതിന്റെ അർത്ഥം ഇംഗ്ലീഷിലും പറയും, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. അതേപോലെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ കണ്ണി കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാം വിശ്വസിക്കണം. കണ്ണി കണ്ടാൽ മാത്രമേ അത് നന്നാവൂ അല്ലെങ്കിൽ മോശമായിരിക്കും എന്ന് വിചാരിക്കരുത്. ഭഗവാൻ ഏത് രീതിയിലാണ് നമ്മുടെ മുമ്പിൽ സൗഭാഗ്യത്തെ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അല്ലേ? എന്നാൽ ഇവിടെ ഇത്രയും ഒരു തപസ്യ എന്നുള്ള രീതിയിൽ അംബിക എന്നെ സ്വീകരിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും മഹാശക്തനായിട്ടുള്ള ഒരു കുട്ടി തന്നെ ജനിച്ചേനെ. അത് തന്നെ വരും, മഹാശക്തനായിട്ടുള്ള കുട്ടിയാണ്. അംബിക ചെയ്തത് വലിയ തെറ്റാണോ? സാധാരണ ചിന്താഗതി അല്ലേ സ്വാമി? സാധാരണ വ്യക്തി അല്ലല്ലോ അംബിക. അംബിക ആരാ? വലിയൊരു രാജവംശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പുത്രന് ജന്മം നൽകേണ്ടവളല്ലേ? അന്നേരം അംബിക അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? നമുക്ക് കുറ്റം പറയാൻ അധികാരമില്ല, പക്ഷെ നമ്മൾ പഠിക്കുകയാണ്, പാഠം പഠിക്കുക. കാരണം ഇവിടെ സുഖഭോഗത്തിനുള്ള ഒരു സംയോഗമല്ല ഇത് ഒരു പുത്രോത്പാദനം. ഈ ഭഗവാൻ ഈ രാജ്യം ഭരിക്കാനായിട്ട് മഹാശക്തനായിട്ടുള്ള ഒരു പുത്രനെ ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു ഒന്നിച്ചത്, സംയോഗം നടന്നു. പക്ഷേ അംബിക അതിൽ പരാജിതയായി. അന്നേരം അതുകൂടാതെ ഇവിടെ സത്യവതി ദേവിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി. എന്തായിരുന്നു അത്? ഇപ്പോഴത്തെ ആ സാഹചര്യത്തെ മനസ്സിലാക്കി സത്യവതി ദേവി ഹിമാലയത്തിലിരിക്കുന്ന വ്യാസമഹർഷിയെ വിളിപ്പിക്കുകയായിരുന്നു. അന്നേരം വ്യാസമഹർഷി ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വേളയിലാണ് സത്യവതി ദേവി എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞത്. അന്നേരം ഇവിടെ പറയുന്നു, ആ ഒരു തപസ്യയുടെ ഭാഗമായിട്ട് ഞാൻ എന്റെ ശരീരം അശുദ്ധമായിട്ട് തന്നെ വെച്ചു. അതെന്റെ വ്രതമായിരുന്നു. അന്നേരം ഞാൻ വന്നപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞതല്ലേ, എനിക്ക് 1 വർഷത്തെ സമയം നൽകൂ. 1 വർഷത്തിനുള്ളിൽ എന്റെ ശരീരത്തെ അംബികയ്ക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ
തയ്യാറാക്കിയിട്ട് മുന്നിൽ പോകാം എന്ന് ഞാൻ കരുതി. പക്ഷേ സത്യവതി ദേവി എന്താ പറഞ്ഞത്? ഇപ്പോൾ തന്നെ ഒരു സത്സന്താനത്തിന് കൊടുത്തേ പറ്റൂ, ഇനി അധികം സമയമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയായിരുന്നു തപസ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ അംബികയുടെ മുമ്പിൽ പോയി. അന്നേരം സത്യവതി ദേവി ചിന്തിച്ചു, എന്റെ അക്ഷമ കാരണം എത്ര വലിയ തെറ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു പുത്രൻ ഉണ്ടാവും, പക്ഷെ ആ പുത്രന് കണ്ണു കാണത്തില്ല. പക്ഷെ സത്യവതി ദേവി ചിന്തിച്ചു, വേറെ എന്തുപായമാണുള്ളത്? വംശം മുന്നോട്ട് പോകാതെ രാജ്യം ഇങ്ങനെ ഇരിക്കുന്നത് സുരക്ഷിതമല്ല. നല്ലൊരു ഭരണാധികാരി ഇല്ലെങ്കിൽ ദേവന്മാര് പോലും അപ്രസന്നരായിരിക്കും ആ രാജ്യത്തിനോട്. അതുകൊണ്ട് തന്നെ മഴയും അവിടെ കറക്റ്റായിട്ട് പെയ്യത്തില്ല, ദേവന്മാർ ക്രുദ്ധരാവും. അതുകൊണ്ട് തന്നെയാണ് വ്യാസ മഹർഷിയോട് സത്യവതി ദേവി അഭ്യർത്ഥിച്ച് എത്രയും പെട്ടെന്ന് ഒരു കുട്ടി വരണമെന്ന്. അന്നേരം ഇവിടെ സത്യവതി ദേവി ചിന്തിച്ചു, എന്തൊക്കെയായാലും ഒരു അന്ധനായിട്ടുള്ള രാജാവിലൂടെ എങ്ങനെയാണ് ഭരണം നടക്കുക എന്ന് സത്യവതി ദേവി ചിന്തിച്ചു. അന്നേരം ഉടൻ തന്നെ സത്യവതി ദേവി വീണ്ടും അഭ്യർത്ഥിച്ചു വ്യാസമഹർഷിയോട്, ഒരു രാജാവിനെ കൂടെ നീ എനിക്ക് നൽകണം മോനെ. ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അംബാലികയിലൂടെ എങ്കിലും നീ ഒരു മകനെ എനിക്ക് നൽകണം. ആ മകനായിരിക്കണം ഈ ഒരു വംശത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നേരം ഇവിടെ നമ്മൾ സാധാരണ വ്യക്തികൾ ചിന്തിക്കുന്ന പോലെ ഒരു കാമാസക്തിയോട് കൂടിയുള്ള ഒരു ബന്ധമല്ല. പക്ഷേ സ്വന്തം അമ്മയായിട്ടുള്ള സത്യവതി ദേവിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ ഒരു ബന്ധത്തിലേക്ക് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യാസമഹർഷി സത്യവതി ദേവിയെ കണ്ടിട്ട് ഒരുപാട് കാരുണ്യം തോന്നി. എന്നിട്ട് ആശ്വസിപ്പിച്ചിട്ട് സത്യവതി ദേവിയുടെ പറഞ്ഞു, അമ്മ, എപ്പോഴാണ് ഞാൻ അടുത്ത അംബാലികയിലൂടെ ഒരു സന്താനത്തെ കൊണ്ടുവരേണ്ടത് അമ്മ പറഞ്ഞാൽ മതി, ഞാൻ ഉടൻ തന്നെ എത്താമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ സത്യവതി ദേവിക്ക് വലിയ സന്തോഷമായി. അതിനുശേഷം വ്യാസമഹർഷി അവിടുന്ന് അദൃശ്യനായി. ഉടൻ തന്നെ സത്യവതി ദേവി ഭീഷ്മരോട് പറഞ്ഞു, ഇത് തന്നെയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്. എന്തെങ്കിലും ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമാകുമോ എന്ന്. ഇനി ഞാൻ അംബാലികയെടുത്ത് പറയാം, ആ ഋഷിയെ, വ്യാസ ഋഷിയെ നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അംബാലികയെങ്കിലും ഇതിൽ വിജയിക്കണമെന്ന്. ഒരു മാസത്തിന് ശേഷം വ്യാസമഹർഷിയെ വീണ്ടും വിളിച്ചു. അപ്പോഴും വ്യാസമഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ട ആർക്കും, സാധാരണ വ്യക്തികൾക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ തന്നെയാണ്. സത്യവതി ദേവി അംബാലികയുടെ മുറിയിലേക്ക് വ്യാസമഹർഷി കൊണ്ടുപോയി. അംബാലികയെ അംബിക നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. ആ വ്യാസമഹർഷിയുടെ രൂപത്തെ കണ്ട് ആരായാലും ഭയപ്പെട്ടു പോവും. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അന്നേരം അംബാലികയ്ക്ക് അറിയാമായിരുന്നു വളരെ ഭയാനകമായിട്ടുള്ള ഒരു രൂപം എടുത്തിട്ടായിരിക്കും വ്യാസമഹർഷി വരുന്നത് എന്ന്. പക്ഷെ എന്നിട്ടും ഋഷിയെ കണ്ടുടനെ പേടിച്ച് മുഖം ആകെ ഒരു വിരളി പിടിച്ചതുപോലെ അങ്ങനെ ദേഹം മുഴുവൻ അങ്ങ് വെളുത്തു, പേടി കൊണ്ട്. കാരണം അത്ര സന്തോഷത്തോടു കൂടിയല്ല, അതായത് കണ്ണടച്ചില്ല, പക്ഷെ എന്നാലും ഒരു സന്തോഷത്തോടു കൂടിയല്ല ഋഷിയെ സ്വീകരിച്ചത്. പേടിച്ചാകെ ഒരു വല്ലാത്തൊരു ഭയാനക അവസ്ഥയിലായതുകൊണ്ട് കണ്ണു തുറന്നു വെച്ചെങ്കിലും ഒരു കുട്ടി ലഭിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭയത്തോടു കൂടി ഇരിക്കുന്ന അംബാലിക കണ്ടിട്ട് പറഞ്ഞു, എന്നെ നീ വളരെ ഭയത്തോടു കൂടി സ്വീകരിച്ചതുകൊണ്ട് നിന്റെ മകൻ, ഇതിലൂടെ ഉണ്ടാകുന്ന ആ മകനും
ദേഹം മുഴുവൻ ഒരു സാധാരണ ഒരു ത്വക്ക് നിറമായിരിക്കത്തില്ല. പേടിച്ച് എന്തു പറയുന്ന ആ ഒരു പേടിക്കുന്ന സമയത്ത് നമ്മുടെ ദേഹം എല്ലാം കൂടെ അങ്ങ് ഒരു പ്രത്യേകതരം രീതിയിൽ നമ്മുടെ ത്വക്ക് മാറുമെന്നാണ് പറയുന്നത്. എന്നാൽ അതേപോലെ നിന്റെ ജനിക്കുന്ന കുട്ടിക്കും ദേഹത്ത് മുഴുവൻ ഒരു പാണ്ട് പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് പാണ്ഡു എന്ന് പറയുന്നത്. ഉടൻ തന്നെ ഋഷി അവിടെ നിന്ന് പോയി. जय राधा माधव जय कुंज അങ്ങനെ ഈ വരുന്ന കുട്ടിയും അതേപോലെ ഒരു പാണ്ടുണ്ടായിരിക്കും കുട്ടിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ പേരും പാണ്ഡു എന്നായിരിക്കുന്നു. അതിനുശേഷം ഋഷി ആ മുറിയിൽ നിന്നും പുറത്തുപോയി. എന്നിട്ട് അമ്മയെ കണ്ടു. അമ്മ സത്യവതി ചോദിച്ചു മകനെക്കുറിച്ച്, കുട്ടിയെക്കുറിച്ച്. പറഞ്ഞു, വരുന്ന കുട്ടി മഹാശക്തനായിരിക്കും, പക്ഷെ ദേഹത്ത് പാണ്ടുണ്ടായിരിക്കുന്നു. ഇത് കേട്ടപ്പോ സത്യവതി ദേവിക്ക് വീണ്ടും വിഷമമായി. അന്നേരം പറഞ്ഞു, ഇത് കേട്ട ഉടനെ സത്യവതി ദേവി വിചാരിച്ചു, എന്തായാലും ശരിയായിട്ടില്ല, ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അപാകതകൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും സത്യവതി ദേവി വിചാരിച്ചു, ഒരു യോഗ്യനായിട്ടുള്ള രാജകുമാരൻ മാത്രം വേണ്ട, അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം ഒരു കുട്ടിയും കൂടെ എനിക്ക് നൽകാമോ എന്ന് സത്യവതി ദേവി വീണ്ടും അഭ്യർത്ഥിച്ചു. സത്യവതി ദേവി പറഞ്ഞു, ഒറ്റ പ്രാവശ്യവും കൂടെ അംബികയിലൂടെ ഒരു സന്താനത്തെ ഈ ലോകത്ത് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. അന്നേരം സത്യവതി ദേവി പറഞ്ഞു, ഇപ്രാവശ്യം അംബിക എന്തായാലും കണ്ണു തുറന്നു തന്നെ വെക്കും. അന്നേരം വ്യാസമഹർഷി വീണ്ടും ചിരിച്ചു. വ്യാസമഹർഷി പറഞ്ഞു, ശരി, ആദ്യത്തെ കുട്ടി ജനിച്ചതിന് ശേഷം അമ്മ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അംബിക അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രർക്ക് ജന്മം നൽകി. അംബാലിക പാണ്ഡുവിന് ജന്മം നൽകി. ദേഹത്തങ്ങനെ ഒരു പാണ്ഡു പോലെ ആണെങ്കിലും പാണ്ഡുവിന് ഒരുപാട് ശുഭ ലക്ഷണങ്ങൾ ശരീരത്തിലുണ്ടായിരുന്നു. അതിനുശേഷം അംബികയിലൂടെ രണ്ടാമതൊരു പുത്രൻ ഉണ്ടാകാൻ വേണ്ടി സത്യവതി ദേവി വ്യാസമഹർഷിയെ വിളിച്ചു. അന്നേരം അംബികയ്ക്ക് വീണ്ടും വ്യാസമഹർഷിയെ കാണുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഇത്രയും ഭീകരരൂപിയായിട്ടുള്ള ഋഷി വീണ്ടും സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എങ്ങനെ സ്വീകരിക്കാനാണെന്ന് പറഞ്ഞിട്ട് അംബിക സത്യവതി ദേവി അറിയാതെ അംബികാദേവിയുടെ തോഴിയായ വളരെ സുഹൃത്തിനെ പോലുള്ള തോഴിയെടുത്ത് പറഞ്ഞു, അംബികയുടെ സ്ഥാനത്ത് നീ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അംബികയുടെ ആഭരണങ്ങളെല്ലാം തോഴിക്ക് കൊടുത്തു. രാജകുമാരിയെ പോലെ അലങ്കരിച്ചു. എന്നിട്ട് ആ ഒരു മുറിയിലിരുത്തി. ഋഷിക്ക് എല്ലാം അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ വ്യാസമഹർഷി ആ മുറിയിൽ കയറി. ആ ഒരു ദാസി ഋഷിയെ കണ്ടുടൻ തന്നെ ആദരവോടുകൂടി എഴുന്നേറ്റു, കാല് തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് ആസനസ്ഥനാകാൻ അഭ്യർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പാദം കഴുകി. എന്നിട്ട് അതിസുഭക്ഷ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നൽകി. വ്യാസമഹർഷിക്ക് ഒരുപാട് സന്തോഷമായി.
അതിനുശേഷം വ്യാസമഹർഷി അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ നീ ഒരു ദാസിയായിരിക്കത്തില്ല. നിന്നിലൂടെ വരുന്ന മകൻ ഏറ്റവും ബുദ്ധിശാലിയും വലിയ ഭാഗ്യശാലിയുമായിരിക്കും. ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. വ്യാസമഹർഷിക്ക് ജയ്, ഭക്ത വിധുർ കി ജയ്. ഇപ്പോഴും പാവം സത്യവതി ദേവി പുറത്ത് കാത്തിരിക്കുകയാണ്. എന്നിട്ട് പുറത്ത് വന്നിട്ട് വ്യാസ മഹർഷി സത്യവതി ദേവി എടുത്ത് പറഞ്ഞു, അംബിക അമ്മയെ പറ്റിച്ചു, എന്നെയും പറ്റിച്ചു. എന്നിട്ട് അംബികയ്ക്ക് പകരം ഒരു ദാസിയാണ് അവിടെ ഇരുത്തിയത്. പക്ഷെ ആ ദാസി എന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു ദാസിക്ക് ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ളൊരു കുട്ടി ജനിക്കുന്നു. അന്നേരം ഇനി എനിക്ക് അനുമതി നൽകും അമ്മേ, ഇനി എനിക്ക് തപസ് ചെയ്യാൻ പോകണം. അമ്മയ്ക്ക് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പക്ഷേ ഇനി ഒരിക്കലും കുട്ടികളെ കൊണ്ടുവരാൻ എന്നെ വിളിക്കരുത്. ഈ ഒരു പരിപാടിക്ക് എന്നെ വിളിക്കരുത്. വ്യാസമഹർഷിക്ക് ജയ്. അതിനുശേഷം വ്യാസമഹർഷി അപ്രത്യക്ഷനായി. എന്നിട്ട് ഭീഷ്മരും സത്യവതി ദേവിയും വ്യാസമഹർഷി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെ ദാസിയിലൂടെ ഏറ്റവും ഉത്തമ ഭക്തോത്തമനായ വിദുരർ ജനിച്ചു. ഇതേ വിദുരർ കുരുവംശത്തിലെ മന്ത്രിയായി. വിദുരർ ആ 2 സഹോദരന്മാരോടൊപ്പം വളർന്നു. ഇവരെ 3 പേരും അതിതേജസ്വികളായിരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമാണ്. എന്തായാലും രാജ്യം ഇനി സുരക്ഷിതമാണ്. എല്ലാ സന്തോഷവും ഐശ്വര്യവും എല്ലാ ദേവന്മാരും അവരിൽ സന്തുഷ്ടരായിരുന്നു. ഭീഷ്മര് തന്നെ ഇവർക്ക് വേണ്ടി രാജ്യം ഭരിക്കാൻ തുടങ്ങി. ധൃതരാഷ്ട്രർ ഏറ്റവും മൂത്തതായിട്ടും അന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാൻ കഴിഞ്ഞില്ല. ഇനി വിദുരർക്കും ഭരിക്കാൻ കഴിഞ്ഞില്ല, ദാസിപുത്രനായതുകൊണ്ട്. എല്ലാം കൊണ്ടും പാണ്ഡുവായിരുന്നു അനുയോജ്യനായിട്ടുള്ള പുത്രൻ രാജ്യം ഭരിക്കാൻ. അങ്ങനെ ആ ഒരു പ്രായം ആയപ്പോൾ പാണ്ഡുവിനെ പട്ടാഭിഷേകത്തോടു കൂടി സിംഹാസനത്തിൽ ഇരുത്തി. ആയുധന കലകളിലും ശാസ്ത്ര പഠനത്തിലും നേതൃത്വം വഹിക്കാനും രാജതന്ത്രത്തിലും ഏറ്റവും മിടുക്കനായിരുന്നു പാണ്ഡു. 3 സഹോദരന്മാർക്കും തുല്യമായിട്ടുള്ള പഠനങ്ങൾ കൊടുത്തു. ഇവരെ 3 പേരെയും ഭീഷ്മർ സ്നേഹത്തോടു കൂടി വളർത്തി. വ്യാസമഹർഷി പറഞ്ഞതുപോലെ ധൃതരാഷ്ട്രർക്ക് അമാനുഷ്യ ശക്തി ഉണ്ടായിരുന്നു. 10,000 ആനയുടെ ബലമുണ്ടായിരുന്നു ധൃതരാഷ്ട്രർക്ക്. വിദുരർ ഏറ്റവും വലിയ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം എപ്പോഴും ധർമ്മ, നീതി, ന്യായത്തിൽ തന്നെ ഉറച്ചു നിന്നു. അദ്ദേഹത്തെ പോലെ ധർമ്മം അറിയാവുന്ന വേറെ ആരും ഇല്ലായിരുന്നു. വിദുരർ ഒരു പ്രായമായപ്പോൾ സാക്ഷാൽ ഭീഷ്മ പിതാമഹൻ പോലും വിദുരരോട് ചോദിച്ചിട്ടേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരിക്കൽ ഭീഷ്മർ വിദുരരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇനി എന്തായാലും നമുക്ക് ഉചിതമായിട്ടുള്ള നടപടികൾ എടുക്കണം. 2 കുമാരന്മാരും വിവാഹയോഗ്യരായിട്ടിരിക്കുകയാണ്. ഞാൻ കേട്ടിരിക്കുന്നു മൂന്ന് കുമാരിമാരുണ്ട് അനുയോജ്യമായിട്ട് നമ്മുടെ കുടുംബമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട്. അവരെക്കുറിച്ച് വിദുരരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഭീഷ്മർ പറഞ്ഞു, യദുവംശത്തില് ഉത്തമയായിട്ടുള്ള ഒരു രാജകുമാരിയുണ്ട്. ആരാ? യദുവംശത്തിലെ ഒരു രാജകുമാരി ആരാ? പെട്ടെന്ന് പറയും. യദുവംശത്തിലൊരു രാജകുമാരി ഉണ്ടായിരുന്നു. കുന്തി ദേവി, കുന്തി മഹാറാണിക്ക് ജയ്. അന്നേരം പറഞ്ഞു, യദുകുലത്തിലെ ഏറ്റവും ഉത്തമ കുമാരിയുണ്ട് കുന്തി. അതുകൂടാതെ സുബല രാജാവിന്റെ മകളായിട്ടുള്ള ഗാന്ധാരിയുണ്ട്. അതുകൂടാതെ മദ്ര രാജ്യത്തിലെ കുമാരി മാദ്രി.
അന്നേരം പറഞ്ഞു, ഇതിലെ 2 കുമാരിമാരെ പാണ്ഡുവിനും കൊടുക്കാം, എന്നിട്ട് ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വേണ്ടി ആലോചിക്കാമെന്ന് പറഞ്ഞു. വിതുരർ ഇത് കേട്ടിട്ട് കൈകൂപ്പി പറഞ്ഞു, അങ്ങ് നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്താണ്, അങ്ങ് നമ്മുടെ സംരക്ഷകനാണ്, അങ്ങ് നമ്മുടെ എല്ലാമാണ്, അതുകൊണ്ട് അങ്ങ് നമ്മുടെ ഗുരുവും കൂടാണ്. അതുകൊണ്ട് എന്താണോ ഈ വംശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അനുയോജ്യമായിട്ട് അങ്ങേക്ക് തോന്നുന്നത് അതങ്ങ് ചെയ്തോളൂ. ഉടൻ തന്നെ ഭീഷ്മ പിതാമഹൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുകയായിരുന്നു. ഭീഷ്മ പിതാമഹൻ കേട്ടിരിക്കുന്നു, ഗാന്ധാരിക്ക് മഹാദേവനിലൂടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്, 100 പുത്രന്മാർ ലഭിക്കും. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭീഷ്മ പിതാമഹൻ ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഈ കുരുവംശത്തെ ഉണ്ടാക്കിയെടുത്ത ആളാണ്. ഈ കുരുവംശത്തെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം എന്തുമാത്രം ത്യാഗം അനുഭവിച്ചു. അദ്ദേഹം കണ്ടിരിക്കുന്നു എങ്ങനെ ധൃതരാഷ്ട്രർ ജനിച്ചു, അതിനു മുമ്പേ എങ്ങനെ ചിത്രാംഗതനും വിചിത്രവീര്യനും വന്നു. അവരുടെ മരണത്തെ കണ്ടു ഭീഷ്മ പിതാമഹൻ. അവരുടെ മക്കളെ കണ്ടു, പാണ്ഡുവിനെയും വിതുരരെയും. അതിനുശേഷം അവരുടെ മക്കൾ തമ്മിൽ അടിക്കുന്നത് കാണുമ്പോൾ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒരു 4 തലമുറയെ കണ്ടിരിക്കുന്നു ഭീഷ്മ പിതാമഹൻ. ഇവരെല്ലാം അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളെയും പോലെയാണ്. അദ്ദേഹം എങ്ങനെ സഹിച്ചു ഈ ഒരു യുദ്ധം, ഇത്രയും അനീതിയും അധർമ്മവും ഒക്കെ, അല്ലേ? നമസ്കരിക്കേണ്ടേ ഭീഷ്മ പിതാമഹൻ? ഭീഷ്മ പിതാമഹ കീ ജയ്. അന്നേരം ഗാന്ധാരിക്ക് എന്തായാലും 100 പുത്രന്മാർ ലഭിക്കും എന്നൊരു വരം മഹാദേവനിൽ നിന്ന് ലഭിച്ചു. അതുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭാര്യ എന്ന് പറഞ്ഞാൽ ഗാന്ധാരി തന്നെയാണ്. അതുകൂടാതെ ധൃതരാഷ്ട്രർക്കും വ്യാസമഹർഷിയിലൂടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്, 100 പുത്രന്മാർ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വംശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കുരുവംശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ 100 പുത്രന്മാരെ എന്തായാലും വേണം. ഉടൻ തന്നെ സുബല രാജ്യത്തിലേക്ക് സന്ദേശകരെ അയച്ചു. ഗാന്ധാരിയും ധൃതരാഷ്ട്രവുമായിട്ടുള്ള വിവാഹം നടത്താൻ വേണ്ടി. സുബല രാജാവ് ഭീഷ്മരുടെ ഈ അഭ്യർത്ഥന കേട്ടപ്പോൾ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലാതായി. അദ്ദേഹം പറഞ്ഞു, ഒരു അന്ധനായിട്ടുള്ള ഒരു കുമാരന് എന്റെ മകളെ എങ്ങനെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക? പക്ഷെ സുബലൻ ചിന്തിച്ചു, ധൃതരാഷ്ട്രർ കുരുവംശത്തിലെ രാജകുമാരനാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവർ തന്നെയാണ് ഈ ഭൂമി ഭരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കീർത്തിമാനും ധർമ്മിഷ്ഠരുമായിട്ടുള്ള കുരുവംശത്തിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സുബലൻ, അതായത് ഗാന്ധാരിയുടെ അച്ഛൻ, സമ്മതിച്ചു. അങ്ങനെ ശകുനി ഗാന്ധാരി ദേവിയെ ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുവരിക. അന്നേരം മഹാഭാരതത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, ചിലയിടത്ത് പറയുന്നു സുബലനും ശകുനിക്കും സമ്മതമല്ലായിരുന്നു. അങ്ങനെ ഭീഷ്മ പിതാമഹൻ നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ടുവരികയാണ്. അതിൽ നൈരശ്യം തോന്നിയ ശകുനി ബാക്കിയുള്ള അവരുടെ സഹോദരന്മാരെയും ഗാന്ധാരിയുടെ അച്ഛനെ ഉൾപ്പെടെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അന്നേരം ഗാന്ധാരി ദേവിക്ക് എന്തായാലും സമ്മതമായിരുന്നു. ഗാന്ധാരി ദേവി മനസ്സിലാക്കി ധൃതരാഷ്ട്രർ നേത്രഹീനനാണെന്ന് മനസ്സിലാക്കി ഗാന്ധാരി ഉടൻ തന്നെ ഒരു തുണിയെടുത്ത് കണ്ണിൽ കെട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഭർത്താവിനെക്കാട്ടിയും ഭാര്യ ഒരിക്കലും ഗുണങ്ങൾ കൂടാൻ പാടില്ല. ഭർത്താവിനെ ബഹുമാനിച്ചാണ് ഭാര്യ എപ്പോഴും നിൽക്കേണ്ടത് എന്ന് ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഞാനും ഈ ലോകത്ത് ഞാനൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗാന്ധാരി ദേവി കണ്ണു കെട്ടിക്കുകയാണ്. അങ്ങനെ ശകുനി ധൃതരാഷ്ട്രർക്ക് കന്യാദാനമായിട്ട് കൊടുക്കുന്നു ഗാന്ധാരിയെ.
ഗാന്ധാരി ഏറ്റവും ഉത്തമ ഭാര്യയായിരുന്നു ധൃതരാഷ്ട്രർക്ക്. ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയെ വലിയ ഇഷ്ടമായിരുന്നു. സംസാരത്തിൽ പോലും ഗാന്ധാരി അന്യപുരുഷനെ കുറിച്ച് സംസാരിക്കത്തില്ലായിരുന്നു. എപ്പോഴും കണ്ണുകൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും പതിവ്രതയായിരുന്നു ഗാന്ധാരി. ധൃതരാഷ്ട്രയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഭീഷ്മർ ചിന്തിച്ചു, ഇനി പാണ്ഡുവിന്റെ വിവാഹമാണ് കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുന്തി ദേവിയെക്കുറിച്ച് കേട്ടിരിക്കുന്നു. അന്നേരം ഒരു സ്വയംവരം നിശ്ചയിച്ചിട്ടുണ്ട്. കുന്തി ഭോജൻ. എന്നിട്ട് ആ കുന്തി ദേവി വളരെയധികം എല്ലാ ലോകങ്ങളിലും കുന്തി ദേവിയെ കുറിച്ച് അറിയാം. കാരണം അതീവ സുന്ദരിയും അതീവ സദ്ഗുണ സമ്പന്നയാണ്. ഏറ്റവും ഉന്നതമായിട്ടുള്ള യദുകുലത്തിലാണ് കുന്തി ദേവിയുടെ ജനനം. അതുകൊണ്ട് തന്നെ ഭീഷ്മര് പാണ്ഡുവിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് സ്വയംവരത്തിൽ പോയി കുന്തി ദേവിയെ വിവാഹം കഴിച്ചുകൊണ്ടുവരാൻ. അങ്ങനെ പാണ്ഡു അതിശക്തനായിട്ടുള്ള ഒരു കറുത്ത കുതിരയുടെ മുകളിൽ കയറി വളരെ വേഗതയിൽ തന്നെ കുന്തി ഭോജ രാജാവിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ സ്വയംവരം നടക്കുന്ന ആ സഭയിലേക്ക് എത്തി. അവിടെ രാജാക്കന്മാരെല്ലാവരും പാണ്ഡുവിനെ കണ്ടപ്പോ എല്ലാവർക്കും തോന്നി ഇത് രണ്ടാമത്തെ ഇന്ദ്രനാണോ എന്ന്. മറ്റുള്ളവരുടെ തേജസ് എല്ലാം കുറഞ്ഞുപോയി പാണ്ഡുവിന്റെ മുമ്പിൽ. കുന്തി ദേവി ഹസ്തനപുരിയിലെ മഹാശക്തനായിട്ടുള്ള പാണ്ഡുവിനെ കണ്ടപ്പോ ഉടൻ തന്നെ കുന്തി ദേവി നിശ്ചയിച്ചു, ഇത് തന്നെയാണ് എന്റെ ഭർത്താവെന്ന്. എന്നിട്ട് മെല്ലെ മെല്ലെ നടന്നു മുന്നോട്ട് വന്ന് പാണ്ഡുവിന്റെ കഴുത്തിലേക്ക് മാല അണിയിക്കുകയാണ്. കുന്തി മഹാറാണി കീ ജയ്, പാണ്ഡു കീ ജയ്. അവിടെ കുന്തി ദേവിയെ വിവാഹം കഴിക്കാൻ ഒരുപാട് രാജാക്കന്മാർ ഒത്തുകൂടിയിരുന്നെങ്കിലും അവരെ എല്ലാം നിരാശരാക്കിക്കൊണ്ട് കുന്തി ദേവി പാണ്ഡുവിനെ വിവാഹം കഴിക്കുക. അന്നേരം ഇവിടെ പറയുന്നു, മിക്ക രാജാക്കന്മാരുടെ വിവാഹവും ഒടുവിൽ അടിയാണ് നടക്കുന്നത്. അന്നേരം എല്ലാവരും വിചാരിച്ചു, നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നത് കുന്തി ദേവി വിവാഹം കഴിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കുന്തി ഇപ്പൊ പാണ്ഡുവിന്റെ പത്നിയായി. എന്തായാലും നമുക്ക് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞപ്പോ കുറച്ചുപേര് ചിന്തിച്ചു, വെറുതെ അടികൊള്ളണ്ട, പാണ്ഡുവിന്റെ ശക്തി അറിയാൻ ഒറ്റയ്ക്ക് തന്നെ നമ്മളെല്ലാം തീർക്കും, വെറുതെ അടികൊണ്ടിട്ട് ചാവണ്ട, നമുക്ക് എന്തായാലും കുന്തിയെ കെട്ടില്ല, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടുന്ന് പോയി. അങ്ങനെ അവരെല്ലാം അവരുടെ രഥവും എല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. എന്നിട്ട് കുന്തി ഭോജൻ, അതായത് കുന്തി ദേവിയുടെ അച്ഛൻ, സന്തോഷിച്ചു. അങ്ങനെ വളരെ ആഘോഷത്തോടുകൂടി തന്നെ അവരുടെ വിവാഹം നടത്തി. ഒരുപാട് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ നേരെ ഹസ്തിനപുരിയിലേക്ക് എത്തി. വളരെ ആഘോഷത്തോടു കൂടി കുന്തി ദേവിയെയും പാണ്ഡുവിനെയും സ്വീകരിച്ചു. ഭീഷ്മർക്ക് ഒരുപാട് സന്തോഷമായി പാണ്ഡുവിനെയും കുന്തി ദേവിയെ ഒരുമിച്ച് കണ്ടപ്പോൾ. പക്ഷെ എന്നാലും ഭീഷ്മർക്ക് തോന്നി പാണ്ഡുവിന് ഒരു ഭാര്യയും കൂടെ വേണം എന്ന്. ഗാന്ധാരിക്ക് 100 കുട്ടികൾ ഉണ്ടാകും എന്നുള്ളൊരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ കുന്തിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ഇല്ല. അങ്ങനെ ഭീഷ്മർ വിചാരിച്ചു. അതുകൊണ്ട് എന്തായാലും വളരെ ശക്തരായിട്ടുള്ള മക്കൾ കുന്തിക്ക് ഉണ്ടാകണം. ഈ ഒരു പാണ്ഡുപുത്രന്മാർ ഇനി ശക്തരായിട്ട് വരണം എന്ന് വിചാരിച്ചിട്ട് ഭീഷ്മ പിതാമഹൻ സ്വയം മാതൃരാജ്യത്തിലേക്ക് പോയി. മാതൃരാജ്യത്തിലെ കുമാരിയായ മാദ്രിയെ സ്വീകരിക്കാൻ വേണ്ടി. ശല്യൻ മാതൃരാജ്യത്തിലെ രാജകുമാരനായിരുന്നു. ശല്യന്റെ സഹോദരിയാണ് മാദ്രി. എല്ലാവിധ ബഹുമാനത്തോടു കൂടി തന്നെ ഭീഷ്മരെ സ്വീകരിച്ചു. അതിനുശേഷം നല്ലൊരു സിംഹാസനം ഇരുത്തി. എന്നിട്ട് ഭീഷ്മർ ശല്യനോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു അഭ്യർത്ഥനയായിട്ട് വന്നിരിക്കുകയാണ്.
നിനക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സഹോദരിയുണ്ട്. അതുകൊണ്ട് എൻ്റെ മകൻ്റെ സ്ഥാനത്തുള്ള പാണ്ഡുവിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭാര്യയായിരിക്കും മാദ്രി. നിനക്കതിന് സ്വീകാര്യമാണോ എന്ന് ചോദിച്ചു. ശല്യം പറഞ്ഞു, നമ്മുടെ വലിയ സൗഭാഗ്യമാണ്. അങ്ങനെ ഭീഷ്മ പിതാമഹൻ ശല്യന്റെ സഹോദരിയായ മാദ്രിയെ പാണ്ഡുവിന് വേണ്ടി കൊണ്ടുവരികയാണ്. അതിനുശേഷം മാദ്രിയും പാണ്ഡുവായിട്ടുള്ള വിവാഹം നടക്കുന്നു. അങ്ങനെ 2 ഭാര്യമാരുമായി പാണ്ഡു വളരെ സന്തോഷത്തോടു കൂടി ഹസ്തിനപുരിയിൽ കഴിയുകയാണ്. അന്നേരം പാണ്ഡു ജനിച്ചു, ധൃതരാഷ്ട്രർ ജനിച്ചു, 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. ഇനി അടുത്ത മഹാഭാരത സത്സംഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാണ്ഡുവിന് ലഭിക്കുന്ന ശാപവും അതുകൂടാതെ പാണ്ഡുവിന് ലഭിക്കുന്ന അനുഗ്രഹവും. ഓക്കെ, ഇന്നത്തെ മഹാഭാരതം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? അന്നേരം നമ്മുടെ മഹാഭാരതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കും. അന്നേരം ഇന്നത്തെ മഹാഭാരതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിലും എടുത്തുചാടി നമ്മൾ പല പല തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ താൽക്കാലിക ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാതെ ക്ഷമയോടുകൂടി ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതാണ് ഭീഷ്മരിൽ നിന്ന് നമ്മൾ പഠിച്ചത്. അംബികാദേവിയും അംബാലികയിൽ നിന്നും പഠിച്ചത് അവർ താൽക്കാലിക ലാഭത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു, ഇപ്പോൾ ലഭിക്കുന്ന സുഖഭോഗങ്ങൾ മാത്രം. പക്ഷേ അവർ ജീവിതത്തെ ഹരേ കൃഷ്ണ അവർ ആ നിമിഷത്തെ തപസ്യ എന്നുള്ള രീതിയിൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് കൂടുതൽ അനുഗ്രഹം ലഭിച്ചേനെയായിരുന്നു. അതേസമയത്ത് ആ അംബികയുടെ ദാസി എങ്ങനെയാണോ അംബികയ്ക്ക് ഭയം തോന്നിയത്, അംബാലികയ്ക്ക് ഭയം തോന്നിയത്, തീർച്ചയായിട്ടും ദാസിക്കും അതേപോലെ ഭയം തോന്നിയിരുന്നേക്കാം. പക്ഷെ എന്നിട്ടും ആ വ്യാസ മഹർഷി ആരാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ശരീരഭംഗി നോക്കാതെ അദ്ദേഹം എത്ര യോഗ്യനായിട്ടുള്ള ഋഷിയാണ് എന്ന് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ചെയ്തു. ഇനി വ്യാസമഹർഷി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം സുഖഭോഗങ്ങൾക്ക് വേണ്ടിയല്ല കുമാരിമാരുമായിട്ട് ഒന്നിച്ചത്. അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം ആ വംശത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നു വ്യാസമഹർഷി ഇവിടെ വന്നത്. ഭീഷ്മ പിതാമഹനെ എത്ര നിർബന്ധിച്ചിട്ടും ഭീഷ്മ പിതാമഹനും സത്യത്തിൽ നിന്നും മാറിയില്ല. വ്യാസമഹർഷിയും പറഞ്ഞു അല്ലേ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ 3 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു, സത്സന്താനങ്ങളെ നൽകി, പക്ഷെ ഇനി എന്നെ ഇതിനു വേണ്ടി വിളിക്കരുത് എന്ന് പറഞ്ഞു. നോക്കണേ, എന്നിട്ട് അദ്ദേഹം ഒരിക്കലും ആ കുമാരിമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തപസ് മാറ്റിവെച്ചില്ല. അദ്ദേഹം എങ്ങനെയായിരുന്നു ആ തപസ്യായിട്ടിരുന്നത് അതേപോലെ തന്നെയാണ് കുമാരിമാരുടെ മുമ്പിൽ വരുന്നത്. അന്നേരം ഇനി സത്യവതി ദേവിയെ നോക്കിക്കഴിഞ്ഞാൽ സത്യവതി ദേവി വലിയൊരു ത്യാഗമല്ലേ ചെയ്തു. സത്യവതി ദേവി ഒരിക്കലും ഭീഷ്മ പിതാമഹനെ ദ്രോഹിക്കാൻ ആഗ്രഹിച്ചില്ല. സത്യവതി ദേവി സ്വയം പറയുന്നത് എന്താണ്? എൻ്റെ അച്ഛൻ്റെ അത്യാഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിച്ചത്. അച്ഛൻ ഇങ്ങനെ ഒന്നും ചിന്തിച്ചില്ലായിരുന്നുവെങ്കിൽ സത്യവതി ദേവി ശാന്തനുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ഭീഷ്മ പിതാമഹൻ സിംഹാസനത്തിൽ ഇരിക്കരുത് എന്നൊരിക്കലും വിചാരിച്ചില്ല. ഇനി ഭീഷ്മ പിതാമഹന്റെ ത്യാഗം നോക്കണേ. അന്നേരം നമ്മൾ ഓരോ കഥാപാത്രത്തെയും നോക്കിക്കഴിഞ്ഞാലും അവരെല്ലാം ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കഥാപാത്രം എന്ന് പറയാൻ കഴിയില്ല, കാരണം ഇതൊരു കാൽപ്പനിക കഥയല്ല, ഹിസ്റ്ററിയാണ്, ഇതിഹാസമാണ്. ഇത് തന്നെയാണ് നമ്മളും പഠിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ
എല്ലാവരും താൽക്കാലിക ലാഭത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. ഇനി ഗാന്ധാരി ദേവിയെ നോക്കിക്കഴിഞ്ഞാലോ, ഭർത്താവിന് കണ്ണു കാണത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് കണ്ണു കാണുമെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഞാൻ കൂടുതൽ യോഗ്യതയുള്ളവളാണെന്ന് സ്വയം ചിന്തിക്കും. അതിലൂടെ അഹങ്കാരം വരും. അതിലൂടെ ഞാൻ ചിലപ്പോൾ എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ അപമാനിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഗാന്ധാരി ദേവി സ്വയം തുണിവെച്ച് കണ്ണുകെട്ടുകയാണ്. ആലോചിച്ചോക്കെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാലും ഇല്ലെങ്കിലും ഭാര്യമാരെപ്പോഴും ഒരു വിഷമം കൊണ്ടെങ്കിലും ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഭാര്യ ഗാന്ധാരി ഭർത്താവിനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരിക്കലും ഒരു അന്യപുരുഷനെ കുറിച്ച് വാഗൊണ്ടെന്ന് പറയത്തു പോലും ഇല്ലായിരുന്നു. എന്നിട്ട് ഇതൊക്കെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം നമ്മൾ ആചരിക്കുമ്പോൾ ധർമ്മം നമ്മളെ രക്ഷിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ അധ്യായത്തിലൂടെ നമ്മൾ പഠിച്ചു. ഇനി നാളത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാണ്ഡുവിന് ലഭിക്കുന്ന ശാപവും അനുഗ്രഹവും. അത് നമുക്ക് നാളെ എടുക്കാം. പിന്നെ കുന്തി ദേവിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു, മാധുരിയെക്കുറിച്ചും പഠിച്ചു. ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ലീനിയേജ്, ആ പരമ്പര മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ ഇതിനെക്കുറിച്ച്? ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഭക്തർക്ക് ചോദിക്കാം. നാളെ നമുക്കിനി അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാം. ഇതുവരെ ചർച്ച ചെയ്തതിൽ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ നിർജ്ജല വ്രതമാണ്. നാളെ ശിലഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഈ ലോകത്തിൽ വന്ന ദിവസമാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് 12 മണി വരെ ഭക്തജനങ്ങൾ എല്ലാവരും നിർജ്ജല വ്രതം എടുക്കുക. 12 മണിക്ക്, അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എല്ലാവർക്കും അറിയാമല്ലോ, ശ്രീല പ്രഭുപാദ്ജിയുടെ ഗുരു. അദ്ദേഹത്തിന്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് പ്രഭുപാദ്ജി, ഇതാണ് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി. പ്രഭുപാദ്ജി നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് എൻ്റെ ഗുരുവിൻ്റെ ഗുരു. എൻ്റെ ഗുരു ശ്രീല ജയപതാക സ്വാമി ഗുരു മഹാരാജ്. അന്നേരം ജയപതാക സ്വാമി ഗുരു മഹാരാജിൻ്റെ ഗുരുവാണ് ശ്രീല പ്രഭുപാദ്ജി. പ്രഭുപാദ്ജിയുടെ ഭാഗവതവും പ്രഭുപാദ്ജിയുടെ ഭഗവത്ഗീതയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രഭുപാദ്ജിയുടെ ഗുരുവാണ് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി. മനസ്സിലായിരുന്നു. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ കാരുണ്യത്താലാണ് നമുക്ക് പ്രഭുപാദ്ജിയെ ലഭിച്ചത്. പ്രഭുപാദ്ജിയുടെ കാരുണ്യത്താലാണ് നമുക്ക് ശ്രീ ജയപതാക സ്വാമി ഗുരു മഹാരാജിനെ ലഭിച്ചത്. ജയപതാക സ്വാമി ഗുരു മഹാരാജിന്റെ കാരുണ്യത്താലാണ് നമുക്ക് ഈ സത്സംഗം നടത്താൻ പറ്റിയത് അല്ലേ? അങ്ങനെ നാളത്തെ ദിവസമാണ് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഈ ലോകത്ത് വന്ന ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ പരമ്പരയിലുള്ള ആചാര്യന്മാരെ എപ്പോഴും നമ്മൾ അവരുടെ കാരുണ്യത്തിനായിട്ട് യാചിക്കണം, പ്രാർത്ഥിക്കണം. അതിലൂടെ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സത്സംഗത്തിലുള്ള എല്ലാ ഭക്തജനങ്ങളും നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ നിർജ്ജല വ്രതം എടുക്കുക. എന്നിട്ട് 12 മണിക്ക് ശേഷം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വിഭവസമ്പന്നമായിട്ടുള്ള ഒരു സദ്യ ഭഗവാന് വേണ്ടി തയ്യാറാക്കുക. ഒരു മധുരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പലഹാരം എന്തെങ്കിലുമൊക്കെ ഭഗവാനത് നിവേദിക്കുക. എന്നിട്ട് എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും കഴിക്കുക. അതിൽ ഭഗവാൻ ഒരുപാട് സന്തോഷിക്കും. ആചാര്യന്മാരുടെ അനുഗ്രഹം കിട്ടും. എന്നിട്ട് ശ്രീലഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ പ്രണാമ മന്ത്രങ്ങൾ അത് വായിക്കുക. ഗുരുവിന്റെ ദീക്ഷാ ഗുരുവിന്റെയും ശിക്ഷാ ഗുരുവിന്റെയും പ്രണാമ മന്ത്രങ്ങൾ, ജയപതാക സ്വാമി ഗുരു മഹാരാജിന്റെ പ്രണാമ മന്ത്രങ്ങൾ, പിന്നെ പ്രഭുപാദ്ജിയുടെ പ്രണാമ മന്ത്രങ്ങൾ, പിന്നെ ശ്രീലഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ പ്രണാമ മന്ത്രങ്ങൾ, പിന്നെ അങ്ങനെ പരമ്പരയിലുള്ള ആചാര്യന്മാരുടെ പ്രണാമമന്ത്രങ്ങൾ പറഞ്ഞ് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രണാമമന്ത്രങ്ങൾ, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശ്രീമതി രാധാറാണിയുടെയും പിന്നെ പഞ്ചതത്വ മന്ത്രവും പറഞ്ഞ് ഹരേകൃഷ്ണ മന്ത്രം പറയുക. അന്നേരം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം നാളത്തെ ദിവസം കിട്ടും. ഭഗവാന്റെ ജന്മാഷ്ടമി പോലെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ഇങ്ങനെയുള്ള ആചാര്യന്മാർ അവതരിച്ച ദിവസമാണ്.
അതുകൊണ്ട് നാളത്തെ ദിവസം നിസ്സാരമായിട്ട് കാണരുത്. എല്ലാവരും നിർജ്ജല വ്രതം എടുക്കുക. നിർജ്ജലം എന്ന് പറഞ്ഞാൽ ജലം കുടിക്കാതെ, ജലപാനം 12 മണി വരെ ജലം കുടിക്കുക. അന്നേരം ഒരു 10 മണി വരെ മാക്സിമം ജപിക്കുക. അതിനുശേഷം ഭഗവാന് വേണ്ടി എന്തെങ്കിലും ഒരു സദ്യ, ഒരു മധുരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി അത് ഭഗവാന് നിവേദിക്കുക. അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കുക. കുടുംബത്തിലുള്ള എല്ലാവർക്കും കൊടുക്കുക, അയൽവക്കത്തുള്ളവർക്ക് കൊടുക്കുക. അവർക്ക് ഇന്ന് വിശേഷപ്പെട്ട ദിവസമാണ്, നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് പ്രസാദം കൊടുക്കുക. അതിലൂടെ അവർക്കും ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും. അവരെ ഭക്തിയിൽ കൊണ്ടുവരാൻ നിങ്ങൾ സഹായിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും അനുഗ്രഹം. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നാളത്തെ ദിവസം. ആരും മറന്നു പോരുത്. ഉച്ചയ്ക്ക് 12 മണി വരെ നിർജ്ജല വ്രതം എടുക്കുക. അതിനുശേഷം നല്ലൊരു സദ്യ ഭഗവാൻ നിവേദിച്ച ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കുക. മാക്സിമം പറ്റുമെങ്കിൽ ഒരു കുറഞ്ഞ പക്ഷം 32 മാലയെങ്കിലും ജപിക്കുക നാളത്തെ ദിവസം. എന്തായാലും നമ്മൾ 16 മാല ജപിക്കും എല്ലാ ദിവസവും. നാളത്തെ ദിവസം ഒരു 32 മാലയെങ്കിലും ജപിക്കാൻ ശ്രമിക്കും കേട്ടോ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മഹാഭാരതം എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു അല്ലേ? അന്നേരം ഇങ്ങനെ പോയാൽ പോരെ? ഇതല്ലേ കറക്റ്റ് ഫ്ലോ? അന്നേരം മഹാഭാരതത്തിന്റെ തുടക്കത്തിലുള്ള ഹിസ്റ്ററി എല്ലാം നമ്മൾ പഠിച്ചു. ബേസിക്സ് ക്ലിയർ ആണ്. ഇനി നമ്മൾ ആക്ച്വൽ മഹാഭാരതത്തിലേക്ക് കടന്നിരിക്കുക. ഇതേപോലെ നമുക്ക് പോകാം അല്ലേ? അന്നേരം ഓരോരോ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോരോ അധ്യായങ്ങൾ വെച്ച് പോകാം. അന്നേരം ഇന്നത്തെ മഹാഭാരതത്തിലൂടെ നമുക്ക് ഏകദേശം ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി. ഇനി പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രയുടെയും ചരിതമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അധികം താമസിക്കാതെ പാണ്ഡവരിറങ്ങും, കൗരവരും ഇറങ്ങും. നമ്മുടെ എല്ലാം നായകനായിട്ടുള്ള ശ്രീകൃഷ്ണനാണ്. ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഭഗവാന്റെ ഓരോ സ്റ്റൈലും ഭഗവാന്റെ ഓരോ സംസാരങ്ങളും ഇനി വരാൻ പോവുകയാണ്. നമ്മുടെ ഭഗവാന്റെ ആ ഒരു റിയൽ ഹീറോയിസം കാണുന്നത് മഹാഭാരതത്തിലൂടെയാണ്. തീർച്ചയായിട്ടും വൃന്ദാവനത്തിൽ അദ്ദേഹം ഹീറോ ആണ്, ഒരു സംശയമില്ല. പക്ഷെ അതേ ഹീറോയുടെ വേറൊരു സ്റ്റൈൽ ആണ് നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ പറ്റുന്നത്. ഒരു പ്രത്യേകതരം സ്റ്റൈൽ, ആരെയും ആകർഷിപ്പിക്കുന്ന ഒരു ഹീറോയിസം മഹാഭാരതത്തിൽ ഭഗവാനുണ്ട്. ഭഗവാന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും ആ ഒരു ഹീറോയിസം ഉണ്ട്. അല്ലാതെ നമുക്ക് എന്തായാലും ആസ്വദിക്കാൻ കഴിയും. പിന്നെ ഭാഗവതം അതിലെന്തായാലും ഉണ്ട്. ഏകദേശം മഹാഭാരതത്തിലെ മിക്ക സംഭവങ്ങളും ഭാഗവതത്തിലും വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭഗവാന്റെ ഉത്തമ ഭക്തരായിട്ടുള്ള പാണ്ഡവരുടെ ആ ഒരു ചരിത്രം കൂടെ ആവുമ്പോൾ സൂപ്പറാവും അല്ലേ? എന്നിട്ട് നമുക്കിനി അടുത്ത മഹാഭാരത ചർച്ചയിൽ കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പാർത്ഥസാരഥി ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.